ഞാൻ മറ്റേ ആളായിരുന്നു, മറ്റേ ബീച്ചിൽ പോയാൽ കാലിൽ മണ്ണ് പോകുമ്പോൾ ബീച്ചിൽ പോകണ്ടെന്ന് പറയുന്ന ആള്. ഞാൻ വെള്ളത്തിനായിട്ട് ഭയങ്കര കണക്ട് ആയിട്ടുള്ള ഒരു ആൾ. ആൽക്കഹോളിക് അങ്ങനല്ല. പക്ഷെ അപ്പോഴാണ് ഞാൻ പഠിച്ച നീന്തത്തിന് ഓൺലി 2 ആൻസറാണ്, യെസ് ഓർ നോ. ഇടയിലുള്ള ആൾക്കാരാണ് ഏറ്റവും ഡേഞ്ചറസ്. അതിൽ നമുക്ക് ഇഷ്ടംപോലെ സമയം തോന്നും. ഒരു ദിവസം 32 മണിക്കൂർ ഉണ്ടെന്നൊക്കെ തോന്നും. ഇതിങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരുന്നത് അതാണ് വെച്ചാൽ നമ്മൾ ഹിറ്റ് ചെയ്യില്ലായിരിക്കും. നമ്മൾ അതിന് ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ, എത്തുമായിരിക്കും. അത് കറക്റ്റ് നമ്മൾ എനിക്ക് കൂടുതൽ കടലിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, എനിക്ക് തിരിച്ചെൻ്റെ കാര്യമായിട്ട് കുറേ കൂടി റീകണക്ട് ആവാൻ എനിക്ക്. ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹൈപ്പർ ഓൺ എയറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നത് അമൃത ജയചന്ദ്രൻ. ഇപ്പം എനിക്കറിയണ അമൃത ജയചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലർ, ഇപ്പം എൻ്റെ പറഞ്ഞിട്ട് ആർക്കിടെക്ട് ആയിരുന്നു, 3x ആർക്കിടെക്ട് എന്ന് പറയാൻ പറ്റും. അതോ ഇപ്പോഴാണ് ഇങ്ങനെ ഓണ്ടർപ്രണർ അങ്ങനെ. പക്ഷേ ഹൗ ഡു യു ഡിഫൈൻ യുവർ സെൽഫ്? അതാണ് ആർക്കിടെക്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ കറക്റ്റ്ലി എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സോ എന്താ പറയുന്നത്, എന്നെ തന്നെ ഐ ഫൈൻഡ് ഞാൻ എന്നെ തന്നെ ഡിഫൈൻ ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ പറയാം, someone വെരി ക്ലോസ് ടു ഓഷ്യൻ, വെള്ളത്തിനായിട്ട് ഭയങ്കര കണക്ട് ആയിട്ടുള്ള ഒരു ആൾ. ആൽക്കഹോളിക് അങ്ങനല്ല. അതല്ല കേരളത്തിലെ വെള്ളമല്ല, കടലായിട്ട് കുറച്ച് കണക്ഷൻ ഉള്ള ഒരാൾ. അതായിരിക്കും വൺ ഓഫ് ദ ഡെഫിനിഷൻസ്. സോ ഈ സെയിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എന്താ പറയുക, അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ എസ്പെഷ്യലി, പുറത്തൊക്കെ കേട്ടിട്ടുണ്ട്, അതല്ലാതെ കേരളത്തിൽ അങ്ങനെ അധികം കേട്ടിട്ടില്ല അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഞാനാണെങ്കിലും +2 പഠിക്കുമ്പോഴൊക്കെ ആകെ ഞാൻ കേട്ടിരിക്കുന്നത് എഞ്ചിനീയറിംഗും മെഡിസിനും, പിന്നുള്ളത് മറ്റേ കൊമേഴ്സ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. അതല്ലാതെ ഇങ്ങനത്തെ ഒരു സൈഡ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പം എങ്ങനെയാണ് അതിലേക്ക്? ആക്ച്വലി ഞാനും കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആർക്കിടെക്ചർ എടുത്തത്. എന്താ ചെയ്യേണ്ട അറിയാമോ, ആകെ 2 ഓപ്ഷനല്ലേ ഉള്ളൂ നമുക്ക്, എഞ്ചിനീയറിങ്ങും മെഡിസിനും. ഇത് രണ്ടും എനിക്ക് എടുക്കേണ്ടെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കുറച്ച് അത്യാവശ്യം വരയ്ക്കൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സയൻസ് എടുത്തിട്ട് വീട്ടിലാകെ ഈ 2 ഓപ്ഷനാണല്ലോ മെയിൻ, എല്ലാവരും ഇതാണ്. അപ്പോൾ ഞാനും ഇതാവും എന്നൊക്കെ വിചാരിച്ചിരിക്കണ അച്ഛനും പോയി എല്ലാവരോട് പറയണു. എല്ലാവരും എനിക്ക് പറ്റും പണ്ടേ ഒരു സാധനമുണ്ട്, എല്ലാവരും ചെയ്യുന്ന സാധനം ചെയ്യാൻ തീരെ ഇഷ്ടമല്ല, മാറ്റി പിടിക്കണമെന്നൊക്കെ ആയിരിക്കും. എൻ്റെ വീട്ടിൽ ആരും ആർക്കിടെക്ട്സ് ഇല്ല. അപ്പം വേറെ ഒരു കസിൻ ഉണ്ട്, അത് കുറച്ച് ദൂരെയുള്ള കസിൻസ് ആയതുകൊണ്ട് ഞാൻ ഈ സാധനം ആരും കേട്ടിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുന്നു, എന്നായിട്ട് 1 ഇയർ സീനിയർ. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ നോക്കോളാം, ഇത് കാണുമെങ്കിൽ കേൾക്കും 5 വർഷം പഠിക്കണം, വലിയ പഠിപ്പം മെഡിസിൻ പോലെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ ആർക്കിടെക്ചർ എടുത്തു 5 വർഷത്തിൽ പ്ലസ്. അങ്ങനെ ആർക്കിടെക്ചർ എടുത്തു. ആർക്കിടെക്ചർ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് ഈ ആർക്കിടെക്ചറിൽ. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ വീടെടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സ്ഥലമായി കണ്ടിട്ട് എന്താ പറയുക, എന്ത് മനോഹരമാണ് ഒരു വീടെടുക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൈറ്റ് വിസിറ്റ്, സെക്കൻഡ് സൈറ്റ് വിസിറ്റ് പോകുമ്പോൾ അവർ ഫുള്ള് മരമൊക്കെ മുറിച്ച്, അയ്യോ ഇത്രയും നല്ലൊരു സ്ഥലം ഇങ്ങനെ ഒരു മരം മുറിച്ച് വീടെടുക്കുമ്പോൾ ഞാൻ അതിന് ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര വിഷമം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എനിക്കതിൽ വലിയൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ചെയ്യണ എല്ലാത്തിലും എന്താ പറയുക, ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ എനിക്ക് ആർക്കിടെക്ചർ ഫോളോ ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുമാത്രം പണി അറിയുന്നത് കൊണ്ട് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് ഞാൻ കടലിലെത്തുന്നത്. അങ്ങനെ കടലിലെത്തി. സോ ഞാനിവൻ്റെ ലവ് സ്റ്റോറി തുടങ്ങേണ്ടി വരുമോ? ആർക്കിടെക്ചർ എന്തുകൊണ്ട് മീൻസ് ആ പാഷനിലേക്ക് പിന്നെയും മുന്നോട്ട് പോയില്ല എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. എങ്ങനെ സെയിലിങ്ങിലേക്ക് എത്തിയില്ല? സോ സെയിലിങ്ങിൽ എത്തിയത് സ്കൂൾ ടൈമിൽ തൊട്ടിട്ട് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഇപ്പോൾ എൻ്റെ ഭർത്താവായിട്ട് വരും. അപ്പോൾ സ്കൂൾ ടൈം തൊട്ടിട്ട് ഞാൻ 10th കഴിഞ്ഞ് 11th കയറുമ്പോൾ ഇവൻ പറഞ്ഞ BSc നോട്ടിക്കൽ സയൻസിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവനത് പഠിക്കുന്നു, ഞാൻ ഇങ്ങനെ 10th 11th ഇരിക്കുന്നു. അപ്പോൾ അവൻ്റെ സ്റ്റോറീസിൽ കൂടി മെർച്ചൻ്റ് നേവി എന്താണെന്നില്ല ഐഡിയ ഒന്നുമില്ല അപ്പോഴും. അപ്പോൾ അവനിങ്ങനെ കടലിലെ കഥകളും ഷിപ്പിലെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കടലായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് കണക്ഷൻ. ഞാൻ മറ്റേ ആളായിരുന്നു, മറ്റേ ബീച്ചിൽ പോയാൽ കാലിൽ മണ്ണ് പോകുമ്പോൾ ബീച്ചിൽ പോകണ്ടെന്ന് പറയുന്ന ആള് ഞാൻ. അവൻ കാരണം കടലൊരു എന്തോ ഒരു ഫാസിനേഷൻ വരില്ലേ. അപ്പോൾ ഇവനിങ്ങനെ ഷിപ്പിലെ കഥകളൊക്കെ എന്നോട് പറയുമ്പോൾ ഞാനിങ്ങനെ ഒന്ന് വാവ് ഇത് അടിച്ചിരിക്കുന്നതാണോ. അത് നമ്മൾ പണ്ടിങ്ങനെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പണ്ട് ഈ ഷിപ്പിൽ ഇപ്പോൾ കിട്ടുന്ന പോലെ വൈഫൈ സെറ്റപ്പ് പോലെ ഒന്നുകിൽ സാറ്റലൈറ്റ് ഫോൺ, അത് വല്ലപ്പോഴും കുറേ ദിവസത്തിന് ശേഷം ഒരിക്കൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മെയിൽ അയക്കും. ആൾക്കാർ കത്ത് കഴിക്കണമൊക്കെ പോലെ നമ്മളിങ്ങനെ ഇരുന്ന് മെയിൽ അയക്കും. കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്ന. അതെ, പക്ഷേ ഈവൻ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് ക്യാപ്റ്റൻ്റെ കയ്യിലാണ് പോവാം. അയാൾ ഇന്റർനെറ്റ് കണക്ട് ആകുമ്പോൾ അത് സെൻഡ് ആവണം. മറ്റേ പോസ്റ്റ് മാസ്റ്റർക്ക് കത്ത് കൊടുത്ത് അത് തന്ന് ആ ഒരു സെറ്റപ്പ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ എപ്പോഴാണ് കിട്ടുമെന്ന് അറിയില്ല. ഞാനിങ്ങനെ വലിയ കഥ എഴുതി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിന് റിപ്ലൈ മെയിൽ വരുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പത്തെ മെയിലിൽ എനിക്ക് ഓൾറെഡി റിപ്ലൈ വരണം. അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. എന്നാലും നമ്മളിങ്ങനെ കുറേ കത്ത് എഴുതും. ഇതിൻ്റെ ആ ഒരു മെയിലിൽ കൂടെയാണ് ഞാൻ കടൽ എന്താണെന്ന് കൂടുതൽ അറിയണമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ പിന്നെ എനിക്ക് പിന്നെ കോളേജിൽ പോയി. കോളേജിലെല്ലാം എനിക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞു ട്രാവൽ ചെയ്യാം. അത് വിത്തിൻ ഇന്ത്യ. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ പോണ്ടിച്ചേരി, വിശാഖപട്ടണം, ഇങ്ങനെയുള്ള ഓരോ ബീച്ച് ഡെസ്റ്റിനേഷൻസ് പോകും. അങ്ങനെ ഫസ്റ്റ് പോണ്ടിയിൽ പോയിട്ടാണ് ഞാൻ സർഫിങ് പഠിക്കുന്നത്. അപ്പോൾ സർഫിംഗ് ആണ് എൻ്റെ ഫസ്റ്റ് കടലായിട്ടുള്ള ഒരു കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. അതെനിക്ക് ഭയങ്കരമായിട്ട് അഡ്രിനലിൻ അടിച്ചു. സർഫിങ് വേഗത്താണ്. എന്നിട്ട് സർഫിങ് ചെയ്ത് അപ്പോൾ എനിക്ക് അപ്പോൾ പ്രോപ്പർ നീന്തും അറിയില്ല. നീന്താൻ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം എന്ന് പറയും. പക്ഷെ അപ്പോഴാണ് ഞാൻ പഠിച്ച നീന്തത്തിന് only 2 ആൻസറാണ്, യെസ് ഓർ നോ. ഇടയിലുള്ള ആൾക്കാരാണ് ഏറ്റവും ഡേഞ്ചറസ്. അവരാണ് കോൺഫിഡൻസ് ചാടുകയും ചെയ്യുക, എന്നാൽ മറ്റുള്ളവർ മുക്കുകയും ചെയ്യുക. അറിയില്ല എന്ന് പറയുന്നവർ അറിയില്ല, അറിയാമെന്ന് പറയുന്നവർ കപ്പ് പഠിക്കുകയും വേണ്ട, ഇടയിലുള്ള. അപ്പോഴാണ് ഞാൻ പഠിച്ചത് ഓക്കെ നീ ഒന്നിക്കിൽ യെസ് ഓർ നോ. അപ്പോൾ ഞാൻ സർഫിങ് പഠിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് നേരെ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് വീട്ടിൽ വന്നിട്ട് കുളത്തിൽ ചാടി കണ്ണൂരാണ് എൻ്റെ വീട്. അപ്പോൾ നാട്ടിൽ കുളത്തിൽ ചാടി നീന്തം പഠിച്ചു. പിന്നെ കോളേജ് ലൈഫിലെല്ലാം ഇങ്ങനെ കിട്ടുന്ന ചാൻസിലൊക്കെ ബീച്ചിൽ നീന്തുക, അങ്ങനെ പരിപാടി. പിന്നെ വിശാഖപട്ടണത്തേക്ക് മൂവ് ചെയ്തു. വിശാഖപട്ടണത്തിൽ സർഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഞാൻ. സർഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്റേൺഷിപ്പ് കോളേജിൻ്റെ ലാസ്റ്റ് ഇയർ ഇന്റേൺഷിപ്പ് ഉണ്ട്. 6 months 1 year ഇന്റേൺഷിപ്പ് ഉണ്ട്. അതിലൊരു സെക്ഷൻ ബാക്കിയുണ്ട് അത്ര. അതിൽ ഞാൻ വിശാഖപട്ടണം പോയി. അവിടെ പോയിട്ട് സർഫിങ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ സർഫിയും 9 മണിക്ക് ഓഫീസിൽ പോകും, തിരിച്ചു വരും, വീണ്ടും ബീച്ചിൽ വരും. ഒരു കടലിൻ്റെ ഫിയർ എനിക്ക് മാറ്റാൻ ഹെൽപ്പ് ചെയ്തത് ഇതാണ്. അപ്പോൾ അപ്പോഴും ഞാനും ശ്രീയും ഇങ്ങനെ സെയിൽ ബോട്ട്സ് ഉണ്ടല്ലോ, ശ്രീ ഷിപ്പിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഈ വലിയ ഷിപ്പിന്ന് ഈ ചെറിയ ബോട്ട് പായക്കപ്പിൽ ഇങ്ങനെ പോണത് എപ്പോഴും കാണുമ്പോൾ അവനിങ്ങനെ വിചാരിക്കാറുണ്ട് എങ്ങനെയായിരിക്കും ഇത്. അവനൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫാസിനേഷൻ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യും. ഞാൻ അപ്പോൾ വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്നോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അവൻ സർഫിങ്ങിൽ ഇറങ്ങിയതിന് ശേഷം കടൽ കുറച്ചും കൂടി ഫിയർ മാറിയതിന് ശേഷമാണ് എന്തുകൊണ്ട് കുറച്ചും കൂടെ കടൽ ഡിസ്കവർ ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിൻ്റെ തലയിലാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് വിചാരിച്ചു ഓക്കെ നമുക്ക് സെയിലിങ്ങിൻ്റെ കോഴ്സ് എടുക്കാം, എന്താണെന്ന് അറിയാമെന്നുള്ളത്. ഇങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് എന്താ പറയുക, ഇത് കഴിഞ്ഞ് കല്യാണത്തിന് മുന്നാണോ അതോ? ഇല്ല, ഇതൊക്കെ കല്യാണത്തിന്, ഇത് ഏറെയുള്ളതെല്ലാം കല്യാണത്തിന് മുമ്പാണ്. അങ്ങനെ സർഫിംഗ് ഒക്കെ ചെയ്ത് വിശാഖപട്ടണം കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കെട്ടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 23-ാം വയസ്സിൽ ഞാൻ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ കല്യാണം വേണ്ടെന്ന് വീട്ടുകാർ പറയുമ്പോൾ എനിക്ക് കല്യാണം അയ്യോ മോളെന്ത് ചെറുതല്ല, കാര്യമില്ല, എനിക്കൊന്നും ചെറുതായിട്ടൊന്നും കേട്ടത്. എന്നിട്ട് എന്താണ് പറഞ്ഞിരുന്നു? കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഞാനല്ല, വീട്ടുകാരൊക്കെ തീരുമാനിച്ചു. കല്യാണം കഴിച്ചപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് ഇപ്പം എന്താ ചെയ്യാം. അങ്ങനെ വിശാഖപട്ടണത്തായിരുന്നല്ലോ ഞാൻ. ആ ഒരു 2 മാസം ഗ്യാപ്പിലാണ് കല്യാണം കഴിക്കണത്. വീട്ടിൽ വന്നു കല്യാണം കഴിച്ചു. അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ ശരി നമുക്ക് എവിടെയെങ്കിലും പോകണല്ലോ. ഈ കല്യാണം കഴിച്ച ആൾക്കാർ എവിടെയെങ്കിലും സെറ്റിൽ ആവാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് മറ്റേ 2 പിള്ളേരെ കല്യാണം കഴിച്ചുകൊണ്ട് മുമ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുക നമ്മൾ വിചാരിച്ചു നമുക്കൊന്ന് വിശാഖപട്ടണം പോയാലും ഒന്നുകൂടി, എന്തായാലും അവിടെ സർഫിംഗ് ഉണ്ട്, എൻ്റെ സെയിം ഓഫീസിൽ എനിക്ക് ജോബും ഉണ്ട്, വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പം ഞാൻ ശരി അവർ തീരുമാനിച്ചതും കാറിൽ ഒരു വാഷിംഗ് മെഷീൻ, കുറേ ബെഡ്, പാത്രങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിൽ നേരെ വിശാഖപട്ടണത്ത് ഡ്രൈവ് ചെയ്ത് പോയി. അവിടെ എത്തുമ്പോഴാണ് അവിടെ അങ്ങനെ സെറ്റിൽ ആയി നമ്മൾ. അങ്ങനെ ഒരു 1 year അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 2020 കൊറോണ ആയി. അപ്പോൾ സർഫിങ് നമ്മൾ കുറേ കൂടി സ്ട്രോങ് ആയി. ഡെയിലി അവനും സർഫ് ചെയ്യും, ഞാനും സർഫ് ചെയ്യും. അങ്ങനെ കടൽ 2020 നമുക്ക് സെയിലിംഗ് ഫസ്റ്റ് ലെസൺസ് എടുക്കാൻ ഇതുണ്ടായിരുന്നു. പക്ഷേ കൊറോണ ആരും നടന്നില്ല. 2021 കുറേ റെസ്ട്രിക്ഷൻസ്. 2021 എനിക്ക് ഫസ്റ്റ് അവൻ്റെ കൂടെ സെയിൽ ചെയ്യാൻ ചാൻസ് കിട്ടുന്നത്. സോ 2 ടൈപ്പ് ഓഫ് സെയിലിംഗ് ഉണ്ട്. ആൾക്കാരൊക്കെ എൻ്റെ ബീച്ചിൽ വരുന്നതായിരിക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. ഷിപ്പിൽ പോകണതിനും സെയിലിംഗ് എന്ന് പറയാം, പായ്ക്കപ്പിൽ പോകണതിനും സെയിലിംഗ് എന്ന് പറയാം. അപ്പം ഇവൻ ഓഫീസറാണ്. അപ്പം ഇവൻ്റെ കമ്പനിയിൽ ടോപ്പ് 4 ഓഫീസേഴ്സിൻ്റെ ഫാമിലിക്ക് സെയിൽ ചെയ്യാം. ഇത് ഇവൻ പ്രൊമോഷൻ കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് പോവാം. അപ്പം അതിൻ്റെ ഫസ്റ്റ് സെയിലിങ് ഞാൻ പോയി. അതാണ് എൻ്റെ ഫസ്റ്റ് കടലുമായിട്ടുള്ള സെയിലിംഗ്
എവിടുന്ന് എങ്ങോട്ടായിരുന്നു? എൻ്റെ ഫസ്റ്റ് സെയിലിംഗ് അതൊരു 6 മാസം ഞാൻ സെയിൽ ചെയ്തു. ആ ഫസ്റ്റ് സെയിലിങ്ങിലാണ് ഞാൻ ഇന്ത്യ ടു, അതായത് ഗുജറാത്ത് ടു സൗത്ത് കൊറിയ പോകണം. അപ്പോൾ ഇതൊരു ലോങ് എനിക്ക് 20 days സെയിലിംഗ് കിട്ടി. അതായിരിക്കും എൻ്റെ ഫസ്റ്റ് ലോങ് സെയിലിങ്ങും കടൽ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത്രയും ലോങ് സെയിലിങ്ങിൽ ഞാൻ കര ഡിസ്കണക്റ്റ് ആയിട്ട് എന്നെ ജനിച്ചിട്ട് ഇത്രയും ദിവസത്തിൽ കര ഒരു പോയിന്റ് പോലും കാണാണ്ട് ഞാൻ ലൈഫിൽ ഉണ്ടായിരുന്ന എൻ്റെ 20 days ലൈഫിൽ. അതായിരിക്കും എൻ്റെ ഒരു മേജർ കടലിൽ അട്രാക്റ്റ് ചെയ്തൊരു സാധനം. എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് ആലോചിച്ചാൽ കിട്ടില്ല തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 20 ദിവസം മറ്റേ ഭൂമി കാണാതിരുന്ന വലിയ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ റിയാലിറ്റി പറയില്ല. അതെ, അത് എന്താ പറയുക, ഞാൻ ഇപ്പോൾ പറയുന്നൊരു സാധനമുണ്ട്, കടലാണ് എന്നെ കരയെ കൂടുതൽ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. അത് ആ ഒരു ലോങ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കരയെ എത്തുമ്പോൾ എനിക്കൊരു സന്തോഷത്തിലുണ്ടായിരുന്നു. ഇല, മരം, മല, എല്ലാത്തിനും ഭംഗി. മനുഷ്യന് പറഞ്ഞു ആ ഒരു സാധനം. പക്ഷെ ആ 20 people നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കണേ. ഇത് സെയിം സാധനം. ആ സെയിം സാധനമൊക്കെ കണ്ടിട്ട് വേറെ എല്ലാത്തിനും എന്തോ ഒരു ഫാസിനേഷൻ. ഹലോ, അപ്പോൾ ഞാൻ കടലിൽ പോയി സെയിലിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിച്ചു. കടലിലെല്ലാം മിനിമലാണല്ലോ, ലൈക്ക് എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്, എല്ലാം മിനിമലാണ്. ഷിപ്പ് സെയിൽ ബോട്ട് കമ്പാരിറ്റീവ്ലി ലക്ഷറിയാണ് ഷിപ്പ് ലൈഫ്. സ്റ്റിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷിപ്പ് പോയത് വളരെ നല്ലതായി. പെട്ടെന്ന് ചെറിയ സെയിൽ ബോട്ടിൽ പോയാൽ ചിലപ്പോൾ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് കുറേ കൂടി ഈസിയർ ആയിരുന്നു. ഷിപ്പ് സെയിലിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ കൂടെ 2 ഷിപ്പ് ഞാൻ ചെയ്തു. ഫസ്റ്റ് ഷിപ്പിൽ 6 months ചെയ്തു, സെക്കൻഡ് ഷിപ്പിൽ 3 months ചെയ്തു. അപ്പം ഏകദേശം കടലിലും കടൽ ലൈഫൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഷിപ്പിൽ ആൾക്കാർ ചോദിക്കും, ഈ ഷിപ്പിൽ ബോറടിക്കില്ലേ ഇത്രയും ഇങ്ങനെ ചെയ്യുമ്പോൾ, നിങ്ങളെന്താ ചെയ്യാന്നൊക്കെ. ബിക്കോസ് ഞാൻ വൈഫൈ ആയിട്ട് പോകണം. അപ്പോൾ എൻ്റെ ലൈഫ് ലക്ഷ്യമാണ്. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ സമയത്തൊക്കെ വൈഫൈ തന്നു കടലിൽ. അപ്പോൾ എൻ്റെ വർക്ക് ഞാൻ ആർക്കിടെക്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. സാറ്റലൈറ്റ് വഴിയായിരുന്നു. സാറ്റലൈറ്റ് നമ്മളെ എലോൺ മസ്കിലുള്ള താങ്ക്സ് ടു എലോൺ മസ്ക് നെറ്റൊക്കെ ഭയങ്കര കിട്ടി തുടങ്ങിയ സമയമാണ്. അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യാൻ തുടങ്ങി നെറ്റ്. അപ്പോൾ എനിക്ക് വൈഫൈ, എനിക്ക് ആക്ച്വലി വാട്സാപ്പ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ലയൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ജസ്റ്റ് വാട്സാപ്പിലെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. എന്തെങ്കിലും ലാർജ് ഫയൽ ഷെയർ ചെയ്യണമെങ്കിൽ കരയിലെത്തിയതും ലൈക്ക് പാക്കേജ് എടുത്തിട്ട് ആ സാധനങ്ങൾ പരിപാടിയൊക്കെ തീർക്കുക, അടുത്ത പോവുക. അതായത് നമ്മൾ ഉറങ്ങിയെണിക്കുമ്പോൾ വേറൊരു രാജ്യത്ത് എത്തുകയും ചെയ്യും, ചിലപ്പോൾ കുറച്ച് ദിവസത്തിൽ എന്നാൽ വർക്കും ചെയ്യാൻ പറ്റും. ആ ഒരു ലൈഫ് സ്റ്റൈല് അത് ലക്ഷറി. 6 മാസം ഫുൾ അങ്ങനെയായിരുന്നു. ഇവിടുന്ന് പോകണു, ഒരു 20 ദിവസത്തിൽ അവിടെ എത്തും, പിന്നെ കുറച്ച് അതെ അല്ല, അത് 20 ദിവസത്തേക്ക് അവിടെ എത്തിക്ക്. പിന്നെ അവിടെ നമ്മൾ മലേഷ്യ പോയി. ഓരോരോ സ്ഥലങ്ങൾ ഡിസ്റ്റൻസ് കുറവാണ്, എല്ലാ 20 ദിവസമല്ല. ഫസ്റ്റ് വൺ വാസ് ദ ലോങ്ഗസ്റ്റ് ഫസ്റ്റ് കിട്ടിയത്. അതും റഫ്സി ഒക്കെ കിട്ടി. അപ്പോൾ അതൊരു മറ്റേ ഷിപ്പിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ എന്നാലും എന്താണ് ശരിക്കും റഫ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വ്യൂസും ഭയങ്കര കാറ്റ് ഉണ്ടാകുന്ന നിർബന്ധമില്ല. പക്ഷെ കടൽ ഭയങ്കര ശോഭിച്ചിരിക്കുന്നൊക്കെ പറയും. മറ്റേ ആ വീഡിയോയിലൊക്കെ ഇൻസ്റ്റയിലെ റീലൊക്കെ അത് പക്ഷേങ്കിൽ നമ്മൾ റോളിംഗ് പിച്ചിങ് പറയും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കപ്പലിങ്ങനെ ഒരു തരത്തിലായിരിക്കും. ഇവർക്കൊക്കെ നോർമലാണ്, എപ്പോഴും സെയിലാണ്. ആസ് എ ഫ്രഷർ ഞാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയും സ്റ്റേബിളായിട്ടുള്ളൊരു സ്ഥലത്തുനിന്ന് കപ്പലിലേക്ക്, അതൊരു ഫ്ലോട്ടിങ് ഐലൻഡ് പോലെയാണ്. ആൾക്കാരുടെ കയ്യിൽ നോർമലി നടന്നിട്ട് വർക്ക് ചെയ്യും, എല്ലാ പരിപാടിയും ഒപ്പിക്കും, എന്താ പറയുക പെരടി ഒപ്പിക്കും, എല്ലാം പണിയെടുക്കും. എന്താ പറയുക, അവർ ഹാമർ അടിക്കുന്നുണ്ടാവും, ഇത് ഉണ്ടാവും, വെൽഡ് ഉണ്ടാവും. അവർക്കൊന്നും ഞാൻ ആ 3 ദിവസം എണീച്ചിട്ടില്ല. അത് അങ്ങനെയൊക്കെയാണോ, അതിലും മോശമാണെന്ന് ഞാൻ പറയാം. എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ആദ്യം എനിക്ക് അത്ര വലിയ മോശം ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ആട്ടം അതൊക്കെ ഞാൻ പെട്ടെന്ന് യൂസ് പോയി. സൗത്ത് ചൈന സീ എത്തി. സൗത്ത് ചൈന സീ അത്യാവശ്യം നല്ല റഫ് സീയാണ്. സൗത്ത് ചൈന സീ. അപ്പോൾ അത് ഭയങ്കര റഫായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിൽ നിന്നിട്ട് 3 ദിവസമായിട്ട് എനിക്ക് എണീക്കാൻ വരുന്നില്ല. ഇങ്ങനെ കടിച്ച് ഫുൾ കിടക്കുക, ഉറങ്ങുക, കണ്ടിന്യൂസ് ഉറങ്ങുക. അവൻ റൂമിൽ വരും, ഫുഡ് വരും. താഴെയൊക്കെ നമ്മളെ TV ഒക്കെ താഴെ വീണിട്ട് ആക്ച്വലി അതെല്ലാം ക്ലിപ്പ് ചെയ്യും. അത് ക്ലിപ്പ് ഒന്ന് ഊരിയിട്ട് താഴെ ഇങ്ങനെ ഒരു സ്ഥലത്ത് TV സാധനം, എൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ താഴെ വീണിട്ടുണ്ട്. അതൊക്കെ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അപ്പോൾ എടുത്തൊക്കെയാണൊരു ശക്തി പോലെ എനിക്കുണ്ടായിരുന്നല്ലോ. ശ്രീകറിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കില്ല, നീ പുറത്തു പോവാ, ഹൊറൈസൺ നോക്കിയേക്ക് ശരിയാവുന്നൊക്കെ. ഇങ്ങനെ പുറത്തൊക്കെ പോയി. അപ്പോഴാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വേവി ഇങ്ങനെ വരാ, ഇങ്ങനെ ഇതാകുമോ, ഇങ്ങനെ വരാ. ശരിക്കും കപ്പലാണ് ചെരിയണേ. ഇങ്ങനെ ചെരിയുമ്പോൾ നമ്മൾ കടലിൽ ഇങ്ങനെ ഇരിക്കില്ലേ,
ഞാനിങ്ങനെ ആ ഒരു 3 days ഒക്കെ ഞാനിങ്ങനെ ശരിക്കും എന്താ കടലിൻ്റെ വാസ്നസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യണത് റഫ് ചെയ്യുമ്പോഴോ അതൊരു അതുവരെ ഷിപ്പാകുമ്പോൾ അത്ര വലിയ സൈസ് വലിയ ഇരിക്കും. അപ്പം ഞാൻ ചെയ്തത് 250 ക്ലോസ് ടു 250 മീറ്റേഴ്സുള്ള ഷിപ്പാണ്. അപ്പോൾ അത് അത്യാവശ്യം എന്താ പറയുക, എനിക്ക് പിന്നെ കംപ്ലീറ്റ്ലി ലോഡഡ് ആണെങ്കിൽ ഷിപ്പിൽ അത്ര ഒരു ആട്ടുണ്ടാവില്ല. നമ്മളങ്ങോട്ട് ലോഡ് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് തിരിച്ചു വരുമ്പം എന്താണ് അൺലോഡ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ആട്ടം കൂടി. പക്ഷേ അപ്പോഴേക്കും ഞാൻ യൂസ്ഡ് ആയി. ഞാൻ 3 days കഴിഞ്ഞപ്പോൾ നോർമലായി. അപ്പോൾ അവരൊക്കെ ഞാനിങ്ങനെ തീട്ടൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം എങ്ങനെ സമയം പോകണമെങ്കിൽ അതിനുള്ളിൽ മറ്റേ സ്പോർട്സ് എന്നല്ല ഓരോരോ ആക്ടിവിറ്റീസിനൊക്കെ ചെറിയ ജിം ഉണ്ടാവും, കോർണേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്ന വീഡിയോ ഒക്കെ ഇതാവുമല്ലോ, വോളിബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും സൺഡേസിൽ. അത്രയും വലിയ സ്ഥലമുണ്ട്. 1 കിലോമീറ്റർ നീളമാണ്. അതിൽ പ്ലെയിൻ ടെക്സ്, അതായത് ഫ്രെയിം ഷിപ്പ് എന്നൊക്കെ പറയും. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കളിക്കാൻ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇൻവേർട്ടഡ് ഫ്രെയിം ആയിരിക്കും അതിൽ. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിംസ് ഒക്കെ ഷിപ്പിൻ്റെ അടിയിൽ പോകുന്ന സാധനമൊക്കെ മേലെയാണെങ്കിൽ അത്ര കളിക്കാൻ ഏരിയ ഉണ്ടല്ലോ. നമ്മുടെ നോർമൽ എന്താ പറയുക ഡെക്ക് ക്ലീൻ ആയിരുന്നു, അത് കളിക്കാൻ കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നെറ്റൊക്കെ കെട്ടി ഓരോ സാധനങ്ങൾ അങ്ങനെ. അപ്പോൾ എന്താ പറയുക, ഈ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുക ഏകദേശം വലിയ കുഴപ്പമില്ല. ഇനി 6 മാസം ഒന്നുമില്ല, എനിക്കൊരു 1 month കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ഷിപ്പ് ലൈഫും ആൾക്കാരായിട്ടും ഒരു റുട്ടീൻ വന്നു. ലൈഫ് ഭയങ്കര റുട്ടീനോ. 7 to 8 ബ്രേക്ക്ഫാസ്റ്റ്, 8 തൊട്ട് എനിക്ക് അത് 12 മണി വരെ വർക്ക് ചെയ്യും, 12 to 1 ലഞ്ച്, 1 തൊട്ട് 3 മണി വരെ വീണ്ടും വർക്ക്, 3 മണിക്ക് ടീ ബ്രേക്ക്, 1 മണിക്കൂർ ഹാഫ് ആൻ അവർ ടീ ബ്രേക്ക്. വീണ്ടും ഞാൻ അതിന് ശേഷമുള്ള 5 മണിക്ക് ശേഷം എൻജിനീയേഴ്സൊക്കെ കുറച്ച് ഫ്രീ ആവും. അപ്പോൾ അവരൊക്കെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മേലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടി ടി കളിക്കാൻ പോകും. അപ്പോൾ ഈവനിങ്സ് എപ്പോഴും ടി ടി കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ വിളിക്കുക. വിളിച്ചല്ലേ കൊറോണ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവരൊരു ഗെയിം റൂം ഉണ്ടാവും. ഞാൻ എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്രിയേറ്റിൽ എല്ലാവരും വാച്ച് കീപ്പേഴ്സ് അവർക്ക് ഒഴികെ ഞാൻ പറ്റുന്ന എല്ലാവരും വിളിച്ചുകൊണ്ട് ഗ്യാദർ ചെയ്ത് ഒരു ടീമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യും. അല്ല അവർ പണിയില്ല, രാത്രി പണിയില്ല, ഓൺലി വാച്ച് കീപ്പേഴ്സിനാണ് ഡ്യൂട്ടി. പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന ആൾക്കാർ. അപ്പോൾ ഇതൊക്കെയാണ് ഷിപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോൺ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ തമ്മിൽ പേഴ്സണലി കണക്ഷൻ ക്രിയേറ്റ് ആവും. ബിക്കോസ് വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലാത്തതുകൊണ്ട് അത്രയും ദിവസം എല്ലാവരും അപ്പോൾ അവരെന്നെ ഓരോരോ ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. കുറേ ആൾക്കാർ മൂവി കാണാം. ബട്ട് എന്നാലും മറ്റേ ഗെയിം റൂമിൽ ക്രൂ റൂമിൽ ആൾക്കാർ മറ്റേ കാഴ്ച കളിക്കുന്നുണ്ടാവും. പോയി അവരുടെ കൂടെ കാഴ്ച കളിക്കുക, ഇവിടുത്തെ വന്നിട്ടുണ്ട് മിനി വിളിച്ച് കളിക്കുക, എന്തൊക്കെ കുക്കിംഗ് ട്രൈ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ പരിപാടി. അപ്പൊ ഷിപ്പിൽ നിന്ന് എങ്ങനെയാണ് മറ്റേ ചെറിയ ബോട്ട് അതിനെന്താ പറയുക, യോട്ട് പറയാ, അറിയില്ലേ അതിനെന്താ പറയുക, യോട്ട് സെയിൽ ബോട്ട് പറയാം. അണ്ടർ ചെറുത് വിത്തിൻ എന്താ പറയുക ഓഷ്യൻ ക്രോസിങ്ങിനൊന്നും ബിൽഡ് അല്ലെങ്കിൽ സെയിൽ ബോട്ട്സ് അല്ലെങ്കിൽ യോട്ട്സ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് അതിലേക്ക് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് അങ്ങനെ വെറുതെ അതെടുത്തിട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിന് സെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ശ്രീനാഥ് നാവിഗേറ്റിംഗ് ഓഫീസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിൽ ബോട്ട് ഓടിക്കാൻ അവന് സെയിലിംഗ് തന്നെ പഠിക്കണം. ഇപ്പോൾ സെയിൽസ് അത് കംപ്ലീറ്റ്ലി വിൻഡിൽ പോണ സാധനമാണ്. അപ്പോൾ അവർ വിൻഡ് വെച്ചിട്ട് എങ്ങനെയാണ് ആ സെയിൽസ് എടുക്കുന്നത്, ഈ പായ്ക്കപ്പിൽ അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ പോകും, അത് അതിന് പഠിക്കാനുണ്ട്. ശ്രീന് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അത് കടലിലെ റൂൾസും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് കുറേ സാധനങ്ങൾ അവന് എളുപ്പമാണ്. അപ്പോൾ എനിക്ക് ഒന്നിന്ന് തുടങ്ങണമായിരുന്നു. അപ്പോൾ അതിന് ആരൊക്കെ പോകുന്നുണ്ട് അവർക്കൊക്കെ ഇത് പഠിക്കണം. വേണ്ട, എല്ലാവർക്കും പഠിക്കണ്ട. പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സിംഗിൾ ഹാൻഡഡ്ലി യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ബെയർ ബോട്ട് സ്കിപ്പർ എന്നൊക്കെ പറയും. അതായത് ഒരു ക്യാപ്റ്റൻ ഇല്ലാണ്ട് നമുക്ക് തന്നെ എടുത്ത് പോകണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദാറ്റ്. അപ്പോൾ ഞാനത് ഇതെടുക്കണം എന്നായിരുന്നു നമ്മുടെ പണ്ടുതൊട്ടിട്ടുള്ള ആഗ്രഹം. പക്ഷേ കൊറോണ സമയത്ത് നടന്നില്ല. എന്നിട്ട് ഞാൻ ഷിപ്പിൽ പോയി കുറച്ചും കൂടി കടലിൽ അറിഞ്ഞു വന്നിട്ട് ഞാൻ ഷിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ഫസ്റ്റ് ചെയ്യുന്ന സാധനം ശ്രീനാഥ് സെയിൽ സെയിലിയാണ്. ഞാൻ ഫസ്റ്റ് വന്നതും ഞാൻ മുംബൈയിൽ പോയി ഇതിൻ്റെ ബേസിക് സെയിലിങ്ങിൻ്റെ കോഴ്സ് എടുക്കാൻ പോയതാണ്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഞാൻ പറയാം വേണമെങ്കിൽ സോളോ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡെസ്റ്റിനേഷൻ സോളോ ഒക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ പോകുന്നിടത്ത് ഫാമിലിയോ അല്ലെങ്കിൽ അവിടെ ഫ്രണ്ട്സോ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും. ഇത് ജസ്റ്റ് ഈ ഒരു എയിമിന് വേണ്ടി മാത്രം ഞാൻ യാത്ര ചെയ്തായിരുന്നു. അപ്പം മുംബൈയിലെ ഹാർബറിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അവിടുന്ന് യോട്ട് ക്ലബ്ബിൽ നിന്ന് പഠിപ്പിക്കാൻ ആളത്ത് പോയി സെയിലിംഗ് പഠിച്ചു, ബേസിക്സ് ഓഫ് സെയിലിംഗ്. അപ്പോൾ എനിക്കൊന്നും ഇങ്ങനെ മനസ്സിലാവില്ല ഇത് എന്ത് സാധനം, ഇതൊക്കെ യൂറോപ്പിന് ഷീറ്റ് എന്നാ പറയുക. എന്നാൽ ആ സെയിലിനെ എന്താ പറയുക, സെയിലിന് ചെയ്യുന്നില്ല പറയാം, ഓരോ ഷീറ്റ് എന്നാ പറയുക. സ്റ്റാർ ബോർഡ് സൈഡ്, റൈറ്റ് സൈഡ്, പോർട്ട് സൈഡ്, ലെഫ്റ്റ് സൈഡ്, സ്റ്റാർ ബോർഡ് സൈഡ്, സ്റ്റാർ ബോർഡ് ഏതാണ് എന്താണോ ഇല്ല, സ്റ്റാർ ബോർഡ്, പോർട്ട് സൈഡ്, പിന്നെ ഓരോരോ ടേംസ് ഉണ്ട് ഓരോന്നിനും. ലൈക്ക് റെഡർ, കീല്, ജിപ്പ് ഷീറ്റ്, മെയിൻ ഷീറ്റ്,
ഓരോന്നിനും ടേംസ് ഉണ്ട്, ഓരോന്നും നമുക്ക് യൂസ് ടു അല്ലാത്ത ടേംസ് ഉണ്ട്. ഇപ്പോൾ ഒരു പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർ ബോർഡിലേക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, സ്റ്റാർ ബോർഡ് റൈറ്റ് അപ്പോഴേക്ക് സെയിൽ ബോർഡ്സ് കുറച്ചും കൂടി ക്വിക്കായി നമ്മൾ ആക്ഷൻ എടുക്കണം, ഇത്ര സ്ലോ ആക്ഷൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു 10 days ഞാൻ മുംബൈയിലുണ്ടായിരുന്നു. അതിൽ ക്ലാസ്സൊക്കെ എടുത്തു. ഒരു 4-5 days ഞാൻ ആ ബേസിക്സ് ഒക്കെ പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് എനിക്ക് പറ്റുമോ, ഇത് ഇനിയും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഐ വാസ് നോട്ട് ഷുവർ ഇഫ് ഇറ്റ് ഇസ് മെൻറ്റ് ഫോർ മീ. അങ്ങനെ ഓക്കെ മേ ബി ഇനിയും ട്രൈ ചെയ്താൽ ഫസ്റ്റ് തന്നെ നമുക്ക് ആർക്കും ഒന്നും മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ഒരു വിചാരം നമ്മൾ കുറച്ച് ചെയ്തിട്ട് നമ്മളെല്ലാം ഗിവ് അപ്പ് ചെയ്യും മനുഷ്യന്മാർ. എല്ലാം ഐ തിങ്ക് ഓവർ പ്രാക്ടീസിലാണ് നമ്മൾ ബെറ്റർ ആവുക. ഞാനിത് ചെയ്തു, ഓക്കെ മേ ബി ഐ ട്രൈ മോർ. ഞാൻ ചെറിയ ചെറിയ ചാൻസസ് കിട്ടുമ്പോൾ സെയിൽ ചെയ്യുക. ഇപ്പം ആൻഡമാനിൽ പോയി അവിടെ നിന്ന് സെയിൽ ചെയ്യുക, അങ്ങനത്തെ കുഞ്ഞു സെയിലിംഗ് അത് ചെയ്തു തുടങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ലൈസൻസ് തന്നെ എടുക്കാൻ പോവാം. നമ്മൾ തായ്ലൻഡിൽ പോയി ലൈസൻസ് എടുത്തു. ഇതൊരു ഇന്ത്യയിൽ ഇൻ്റർനാഷണൽ ലൈസൻസസ് ഇല്ല. ആൻഡ് അങ്ങനത്തെ യോട്ട് ക്ലബ്സും കാര്യങ്ങളൊക്കെ എല്ലാം ചെറിയ ചെറിയ യോട്ട്സിൻ്റെ ക്ലബ്സാണ്. അപ്പോൾ സെയിൽ ബോട്ട്സിൻ്റെ സെയിലിംഗ് സ്കൂൾസ് ഒക്കെയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുറേ ബുക്സ് വായിക്കുമായിരുന്നു ഫോറിനേഴ്സിൻ്റെ, ഹൗ ടു ബിക്കം എ സെയിലർ, ഹൗ ടു ഓൺ എ ബോട്ട്, അങ്ങനത്തെ ഓൺലൈനിൽ ഓരോരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അവർ പറഞ്ഞ. പക്ഷെ അവരാരും എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു പാത്ത് ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ പോയാലാണ് നമ്മൾ അവിടെ എത്തുക എന്നുള്ള ഒരു ഡെഫിനിഷൻ ഇന്ത്യൻസിന് ആർക്കും എനിക്ക് എവിടെയും അങ്ങനെ സെല് ചെയ്യുന്ന കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ഫോറിൻ ബുക്സൊക്കെ റെഫർ ചെയ്യുമ്പോൾ അവർ യൂറോപ്പ് ബേസ്ഡ് US ബേസ്ഡ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പം നിയറസ്റ്റ് ഒന്നുമില്ല. ആൻഡ് ദ നിയറസ്റ്റ് വാട്ട് ഐ കുഡ് ഫൈൻഡ് വാസ് തായ്ലൻഡ് അല്ലെങ്കിൽ ദുബായ്, അങ്ങനത്തെ എവിടെയെങ്കിലും പോകണം. ദുബായ് വാസ് വെരി എക്സ്പെൻസീവ്. അങ്ങനെ ഞാൻ തായ്ലൻഡ് പോയി പഠിച്ചു. ഒരു 0 to hero കോഴ്സാണ്. ഈവൻ ഇഫ് യു നോ നത്തിങ് അവരെല്ലാ ബേസിക്സും പഠിപ്പിച്ചിട്ട് വിൽ മേക്ക് യു എ സെയിലർ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രോപ്പർ ഒരു സെയിലർ ആവണേ. അവിടെ ഒരു തായ്ലൻഡിൽ ഒരു 1 month ഉണ്ടായിരുന്നു. അങ്ങനെ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എക്സ്ട്രാ സെയിൽ ചെയ്യുക, അങ്ങനെ കുറച്ചും കൂടി സെയിലിംഗ് കുറേ കൂടി യൂസ് ടു ആക്കി. പിന്നെ കിട്ടുന്ന ചാൻസൊക്കെ സെയിൽ ചെയ്യുക. ആ ഒരു ജേർണിയിലാണ് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, ഇന്ത്യ ടു ആഫ്രിക്ക സെയിൽ ചെയ്യാനുള്ള. അതാണ് ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ആൾക്കാർ കുറച്ചെങ്കിലും ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ് എന്ന് വിചാരിക്കുന്നത്. എനിക്കത് സെയിലിംഗ് അമൃത്താണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പേര് വരുന്ന മുമ്പിൽ ബീച്ച് ബി എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് എപ്പോഴും ഞാൻ ഫോഴ്സ് ചെയ്ത് നോക്കി, ഓക്കെ സെയിലിംഗ് ആയിരിക്കും എന്നെ ഡ്രൈവ് ചെയ്യുക, അതിന് ബിക്കോസ് സെയിലർ ഞാൻ അപ്പോഴേ വെച്ച് വിചാരിച്ചിട്ട് എടുത്തൊരു സാധനമാണ് അത്. എനിക്കെന്താ എനിക്ക് ഈ നീന്തൽ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഒന്നല്ലെങ്കിൽ നീന്തൽ അറിയാം അല്ലെങ്കിൽ നീന്തൽ അറിയില്ല. അപ്പം എനിക്ക് നീന്തൽ അറിയാം, പക്ഷേ ഈ രണ്ടിൻ്റെ നടുക്ക് ഞാനെപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ച് നേരം നീന്തി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പേടിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൂളിലാണെങ്കിലും അതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുളത്തിലൊക്കെ നീന്തുമ്പോഴേ നമ്മൾ നീന്തി കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇല്ലോജിക്കൽ പേടിയാണ്. അടിയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ വന്ന് കൈ പിടിച്ച് വലിക്കുമോ, മറ്റേ പ്രേത സിനിമയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ട്. അപ്പോൾ ഇതേമാതിരി മറ്റേ വീഡിയോയിലൊക്കെ കാണില്ലേ, മറ്റേ ഈ കടലിൻ്റെ നടുക്കുന്നൊക്കെ എടുത്ത് ചാടുക, അങ്ങനെയൊക്കെ ചാടും. ആ പേടിയൊന്നുമില്ല, പേടിയൊന്നുമില്ല. പേടി എനിക്കത് കടലിൽ എപ്പോഴും ഒരു അൺനോൺ ആണല്ലോ, എന്താ ഡെപ്തിലുള്ളതെന്ന് അറിയില്ല, അവിടുത്തെ ജീവികളെ അറിയില്ല. എനിക്കെപ്പോഴും അണ്ടർ വാട്ടറിൽ സ്വിം ചെയ്യുമ്പം ആരുടെയും വീട്ടിൽ പെർമിഷൻ ഇല്ലാണ്ട് പോകുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ഇസ് നോട്ട് മൈ ഹൗസ് ബട്ട് ദേ ആർ ഭയങ്കര വെൽക്കമിങ് ആണ് കടലിൽ തോന്നാറുണ്ട്. പക്ഷേങ്കിൽ പെർമിഷൻ ഇല്ലാണ്ട് പോയിട്ട് എല്ലാ മറ്റേ നാട്ടിലുണ്ടല്ലോ എല്ലാ മനുഷ്യന്മാരും നല്ലതാണെങ്കിലും ഏതെങ്കിലും ഒരു മോശം മനുഷ്യനുണ്ടായാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ഫിയർ എനിക്കും ഉണ്ടാവാറുണ്ട് സ്വിമ്മൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ സെയിം ഫിയർ പണ്ട് ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ ഇപ്പോഴും എനിക്ക് ഡെപ്തിലോട്ട് പോകുമ്പോൾ, അതായത് കടലിൽ സ്വിം ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യനിലൊക്കെ നമ്മളിങ്ങനെ ഇന്ത്യ ടു ആഫ്രിക്ക ജേർണിയിൽ നമ്മൾ നല്ല ഒരു വെതറും കറണ്ടൊക്കെ കുറവാണെങ്കിൽ നമ്മൾ മെല്ലെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് സ്വിം ചെയ്യും. അപ്പോൾ സ്വിം ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ബ്ലൂ വാട്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ അതിൽ മറ്റേ എത്ര ഡെപ്ത് ഉണ്ടെന്ന് റീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 3-4 kilometers ഒക്കെ താഴേക്ക്. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഉപയോഗമൊക്കെ തോന്നും. ചാടിയിട്ട് ആ ഡെപ്ത് എത്ര തോന്നില്ല. അപ്പോൾ ആ ബ്ലൂ എന്താ പറയുക, ആ ഒരു വെള്ളത്തിന് ഡീപ്നെസ് ഇല്ല, ഒരു ഭയങ്കര ബ്ലൂ ആണ്. അപ്പോൾ അത് നമ്മൾ ആസ് വി കീപ് ഗോയിങ് ഡൗൺ, സ്ട്രോക്കിലുണ്ടെങ്കിലും സ്ട്രോക്കിലല്ല എന്താ പറയുക ഫുള്ള് സാധനം ഇല്ല കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അണ്ടർ വാട്ടറിൽ പോയില്ല. അപ് ടു പിടിക്കാൻ പറ്റും അത്ര വരെ പോയിട്ട് തിരിച്ചു വരുമല്ലോ. പക്ഷെ അത് ആ ഒരു താഴേക്ക് വെള്ളത്തിന് താഴെ ഒരു പ്രഷർ ഉണ്ടാവും. അത് വരുന്തോറും എനിക്കും ആ ഫിയർ വരാറുണ്ട്. ലൈക്ക് ആ ഒരു താഴേക്ക് പൊള്ളി വരുമോ അല്ലെങ്കിൽ പുഷ് വരുമോ എന്നൊക്കെയുള്ളൊരു ഫിയർ വരും. പക്ഷെ ഫിയർ ഓവർകം ചെയ്ത് ഐ തിങ്ക് ഓരോ ടൈമിൽ ബെറ്റർ ആയതാണത്. ഈവൻ എല്ലാ ഒരു പ്രാക്ടീസ്. അപ്പം ഈ എന്താ പറയുക മറ്റേ വലിയ ഷിപ്പിൽ
ഇപ്പൊ അത് വലുതായതുകൊണ്ട് ഈ റഫ്സി വരുമ്പോ അത്ര അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഒബ്വിയസ്ലി ഈ എവിടുന്ന് ഇന്ത്യന്ന് ഈസ്റ്റ് ആഫ്രിക്ക ജിബൂട്ടി. അപ്പൊ അങ്ങോട്ട് പോണ വഴി ഈ ചെറിയ പായ്ക്കപ്പലിൽ പോകുമ്പോൾ റഫ്സി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് ഡിഫർ? അത് നല്ല ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് വലിയ ഷിപ്പിൽ നമുക്ക് സെക്യൂരിറ്റി ഫീലിംഗ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു. മേ ബി അത് കുറേ ആൾക്കാരുണ്ട്, ഇത് നോർമലി ചെയ്യുന്ന ഒരു സാധനമാണെന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് ഒരു മനസ്സിലൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത്രയും നമ്പർ ഓഫ് ക്രൂ, ഒരു 4-5 പേര് മാത്രമാണ് ഇത് കംപ്ലീറ്റ്ലി കൊണ്ടുപോകണം. എല്ലാം ഈ 4-5 പേരുടെ കയ്യിലാണ്. അതും എല്ലാവർക്കും ഓരോ വാച്ച് ടൈം ഉണ്ട്. ഇപ്പം നൈറ്റ് വാച്ചസ് ആണ് എൻ്റെ. അപ്പോൾ ആ രാത്രി ഞാൻ വാച്ച് ചെയ്യുമ്പോൾ രാത്രി 2 മണി തൊട്ടിട്ട് 4 മണി വരെ 5 മണി വരെയൊക്കെയാണ് ഞാൻ മാത്രമാണ് അത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാവരും ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഒരു വെച്ച് എല്ലാം നമ്മുടെ കയ്യിലാണല്ലോ എന്നുള്ളൊരു സാധനമൊക്കെ ഉണ്ടാവില്ല. ഇത് ഡിഫർ ചെയ്യാന്ന് പറയുന്നത്, ഒന്ന് ഒറ്റയ്ക്ക് വാച്ച് കീപ്പ് ചെയ്യുമ്പോൾ എല്ലാം നമ്മളെ ഒറ്റയ്ക്ക് സിംഗിൾ ഹാൻഡഡ്ലി എല്ലാം ചെയ്യണം. എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കണം, നാവിഗേറ്റ് ചെയ്യണം. വിൻഡിനനുസരിച്ചിട്ട് നമ്മൾ ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഷീറ്റ് പറഞ്ഞാൽ റോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ. അതല്ലാതെ റഫ് ആകുമ്പം ഇത് ഭയങ്കര വെള്ളത്തിന് ക്ലോസ് ആണല്ലോ. നമുക്ക് കടലിനെ കുറേയും കൂടി ഫീൽ ചെയ്യാൻ പറ്റും, ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഫ്ലൈങ് ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് നാവിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഭയങ്കര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുക. അത് നമ്മൾ നേരെ ചിലത് പാർത്തിട്ട് നമ്മുടെ ഡെക്കിനെ മേലെ വന്ന് വീഴും ഫ്ലൈങ് ഫിഷ്. അങ്ങനെ ആ ഒരു കടലുമായിട്ടുള്ള ഒരു ക്ലോസ് അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യില്ലല്ലോ, ഒരു എക്സ്പീരിയൻസ്, അതൊരു എക്സ്പീരിയൻസ്. അപ്പോൾ അതൊക്കെ നമ്മൾ എഫക്ട് ചെയ്യുന്നു ഇൻ ദ സെൻസ് ഈ കടലിനായിട്ട് കുറേ കൂടി ക്ലോസർ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. മറ്റേതിൽ നമ്മളൊരു ഐലൻഡിൽ കൂടി പോകുമ്പം ഒരു ഇരിക്കുന്ന ഒരു ഫീല്, പക്ഷേ കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ട്. എന്നാൽ എനിക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, വെള്ളത്തിന് വെള്ളം കിട്ടുന്നുണ്ട്, ലാവിഷാണ് കമ്പാരിറ്റീവ്ലി. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൻഡിലാണ് പോണതല്ല, പവർ സോളാറാണ്. പക്ഷെ എന്നാലും നമ്മളെല്ലാം മിനിമലായിട്ട് യൂസ് ചെയ്യണം. ഒരു 5-6 ദിവസം നമുക്ക് ഫുള്ള് കാർമേഘമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പവറില്ല. അപ്പോൾ നമ്മളെല്ലാം എന്താ പറയുക, ലൈക്ക് ക്ലൗഡി ആണെങ്കിൽ സോളാറിൽ റൺ ചെയ്യുന്നില്ല. നമ്മൾ എല്ലാം തിങ്ക് ചെയ്തിട്ട് യൂസ് ചെയ്യണം. ഫ്രഷ് വാട്ടർ ജനറേറ്റർ ഉണ്ട്, ബട്ട് എന്നാലും നമ്മൾ വെള്ളം ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യും. നമുക്ക് എല്ലാ ദിവസവും കുളിക്കാൻ പറ്റില്ല, എല്ലാ ദിവസവും നനയ്ക്കാൻ പറ്റില്ല. ഡ്രസ്സൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് തന്നെ സേവ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഒരു 3 days ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു സാധനം വെള്ളത്തിൻ്റെ ഒക്കെ വാല്യൂ എപ്പോഴാണ് മനസ്സിലാക്കുക. നമ്മളിങ്ങനെ കുക്കിംഗ് ഫുഡ് തന്നെ അരി ഉണ്ടാക്കണമെങ്കിൽ ഹാഫ് ഉപ്പുവെള്ളം ഫില്ല് ചെയ്യും, അരിയിടും, ഹാഫ് ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചോറ് ഉണ്ടാക്കുക. അപ്പം അത് ആ ഒരു കടലിലുള്ള ക്ലോസ്നെസ്സും ഇതുമാണ് ഡിഫറൻസ്. കടലിൽ റഫ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും ആ ഒരു കാര്യങ്ങളൊക്കെ. ഈ റഫ് ആകുമ്പോൾ നമ്മൾ ഇത് ഓടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ വിൻഡിൽ സെയിൽ എന്ന് പറയാം, പക്ഷേ വിൻഡിൽ നമുക്ക് ഡയറക്ഷൻസ് മാത്രമല്ല സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് എഞ്ചിൻ ഉണ്ടോ? അതോ എഞ്ചിനുണ്ട്, പക്ഷേ എഞ്ചിൻ യൂസ് ചെയ്യില്ല. പിന്നെ ഡയറക്ഷൻ മാത്രമല്ല, ഡ്രൈവ് ചെയ്യില്ല. നമ്മൾ ഫുള്ളായിട്ട് അത് നമ്മൾ സെയിൽ അതിനനുസരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. സോ ജസ്റ്റ് ലൈക്ക് യുനോ അതിൽ വിൻഡ് ക്യാച്ച് ചെയ്തിട്ട് ആ ഒരു പുഷ് എടുത്തിട്ടാണ് നമ്മളെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളിപ്പം ഏത് ഡയറക്ഷനിലേക്കാണ് വിൻഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മളെ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് മെയിൻ ഷീറ്റ് കഴിക്കുക, ഇങ്ങനെ വയ്ക്കുക. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ വിൻഡ് ഡയറക്ഷൻ എവിടെ നിന്നാണ് ആ ഒരു നമ്മൾ ഓരോരോ റീച്ച് എന്ന് പറയും. ബ്രോഡ് റീച്ച് ഉണ്ടാവും, ക്ലോസ് ഹോൾ ഉണ്ടാവും. അപ്പോൾ ഓരോരോ സൈഡിൽ നിന്ന് വിൻഡ് വരുന്നതിന് ഓരോരോ ടേംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇപ്പം സെയിൽ ഇങ്ങനെ പോവാണ്, ജസ്റ്റ് നേരെ ഫ്രണ്ടിൽ നിന്ന് വിൻഡ് വന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റാണ്ടുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ആ ഡയറക്ഷനിലേക്ക് പോവാം. നേരെ ഫ്രണ്ടിൽ നിന്ന് വരുവാണെങ്കിൽ നമ്മൾ സിഗ് സാഗ് പറഞ്ഞിട്ട് പോകും. അവിടെ എത്താൻ കുറച്ചുകൂടി ടൈം എടുക്കും ആ ഒരു പോയിന്റിലേക്ക്. പക്ഷെ പോവും. പക്ഷെ കുറച്ച് ഒരു 30 degree ആംഗിൾ, ഓരോ ബോട്ടിന് ഓരോ ആംഗിൾ ഉണ്ട്. ഒരു 30-40 degree ആംഗിൾ വരുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സെയിൽ സെറ്റ് ചെയ്യും. കുറച്ച് ഇവിടുന്ന് വരുവാണെങ്കിൽ ബ്രോഡ് റീച്ച് എന്നാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ബ്രോഡ് റീച്ച് അല്ല, അല്ലെങ്കിൽ ഓരോ ടേംസ് ഉണ്ട്. ലൈക്ക് നമ്മൾ നേരെ എന്താ പറയുക, ഒന്ന് പെർപെൻഡിക്കുലർ വരാം, ബാക്കിൽ നിന്ന് വരാം, ഫ്രണ്ടിൽ നിന്ന് വരാം. ആ ഒരു അനുസരിച്ചിട്ട് അവരുടെ സെയിൽ മാറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റുമ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ആ ഒരു ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ബോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഫിസിക്കലി നോക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ജേണിയല്ലേ. പക്ഷേ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ലോങ് ഡിസ്റ്റൻസ് ഇപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി ഈ പായ്ക്കപ്പലിൽ 4-5 പേരല്ലേ ഉള്ളൂ. 4-5 പേരിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് എത്താൻ എത്ര ദിവസം എടുത്തു? 19 ദിവസം. 19. ഇപ്പോൾ ഈ 19 ദിവസത്തിൽ ഇമോഷണൽ ജേണി എങ്ങനെയായിരുന്നു? അത് നല്ലൊരു ജേണി ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ കടലിൽ നമ്മളെ കൊണ്ട് എല്ലാ ചോദ്യങ്ങളും ചോദിക്കും. മോളെ വേണോ? ബട്ട് വൈ? ഒരു ഫസ്റ്റ് 3 days സീസിക്കായിരുന്നു ഞാൻ.
അത്യാവശ്യം ടയർഡ്നെസ് ആണ്, വോമിറ്റിങ് കാര്യങ്ങളൊന്നുമല്ല, ഭയങ്കര ടയർഡ്, ഉറക്കം വരിക ഭയങ്കരമായിട്ട്, ഒന്നും അങ്ങനെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക. അവിടെ ഫുൾ പുറത്ത് തന്നെയായിരുന്നു. മറ്റേ 4th ഡേ കഴിഞ്ഞ് നല്ല ഉണർന്നു, ഓരോന്നും ചെയ്യാൻ തുടങ്ങി. ഒരു 5th 6th ഡേ അല്ലെങ്കിൽ അവർ കുറച്ച് അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ട്, എൻ്റെ ആ ഒരു സാധനം, അതൊരു ഹിറ്റ്, ഒരു എംപ്റ്റിനെസ് ഹിറ്റാവുന്നുണ്ട് കടലിൽ. ബിക്കോസ് ചുറ്റും ഒന്നുമില്ല. ലിറ്ററലി ഇന്ത്യൻ ഓഷ്യനിൽ നമ്മൾ കുറച്ച് അപ്പുറത്ത് ചിലപ്പം ഷിപ്പൊക്കെ പോകുന്നുണ്ടാവും. നമ്മൾ AIS നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അടുത്ത നിയറസ്റ്റ് ഷിപ്സ്, ബോട്ട്സൊക്കെ. ദൂരേക്ക് 1-2 ഷിപ്പൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെന്നല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കുത്തുമാരി കാണുന്നു. അല്ല, എനിക്ക് ചില സ്ഥലങ്ങൾ കാണില്ല, അവിടെ ഉണ്ട് നമുക്കറിയാം, പക്ഷെ കാണണം നിർബന്ധമൊന്നുമില്ല. അപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ കടൽ മാത്രമാണ്. അതിനൊരു ഹാപ്പിനെസ്സിൻ്റെ പാട്ട് അല്ലാത്ത ഭാഗം പറയുകയാണ്, ഈ ഒരു സൈഡും ഉണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ ഇങ്ങനെ നമുക്ക് ഇത് എങ്ങോട്ടാണ് പോകണേന്നുള്ളൊരു ഒരു കുറച്ച് സമയം വരും. ഇപ്പം ഞാൻ തിങ്ക് ചെയ്യാണ്, ഇത് നമ്മൾ ചൂസ് ചെയ്യണം. ദർ ഇസ് നോ പേർപ്പസ് ഫോർ ഇറ്റ്. ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഒരു ഡ്രൈവ് ഉണ്ട്, അത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് വർഷങ്ങളായിട്ട് ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ്. അവർ ബോട്ട് വാങ്ങിക്കുക, ലോകം ചുറ്റുക, വാസ്കോഡ വന്നതായാലും നമ്മുടെ വേൾഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത ആൾക്കാർ ഇത് വെച്ചിട്ടാണ്. ഫ്ലൈറ്റൊക്കെ ഇൻവെൻറ്റ് ചെയ്യുന്നതിന് മുമ്പിലെ നമ്മൾ ആൾക്കാരൊക്കെ റിയൽ വേൾഡ് ടൂർ ട്രാവലർ ആയത് പായക്കപ്പിൽ വെച്ചിട്ടാണ്. അപ്പം അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ത്വരയില്ല, ആ സാധനം അടിച്ചിട്ടാണ് നമ്മളിത് ചെയ്യണേ. വാട്ട് ഈസ് ഇറ്റ്, എന്തുകൊണ്ട് ഇന്ത്യൻസ് ഇത് കൂടുതൽ ചെയ്യുന്നില്ല എന്ന് ഐ സ്റ്റിൽ ഡോണ്ട് നോ. നമ്മൾ പെനിൻസുലയാണ്, നമ്മുടെ 7,000 കിലോമീറ്റേഴ്സ് നമുക്ക് കോസ്റ്റൽ ലൈനാണ്. എന്നിട്ട് ഒരാളും ഇത്രയും പോപ്പുലേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ച് പെർസെൻറ്റേജുകൾ വെള്ളമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സെയിലിംഗ് ചെയ്യുന്ന ആൾക്കാരോ, വാട്ടർ സ്പോർട്സ് എടുത്തു കഴിഞ്ഞാൽ സർഫിംഗ് ഒക്കെ വളരെ കയ്യിലെണ്ണാവുന്ന ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. കമ്പയർ ടു അവർ പോപ്പുലേഷൻ എത്ര പെർസെൻറ്റ് ഇടാൻ പറ്റുമോ അത്രയും പോയിന്റ് സംതിങ്. അങ്ങനെ അത് മറ്റേ ഇത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് കൂടി ആയിരിക്കില്ല. സെയിലിംഗ് എക്സ്പെൻസീവ് ആണ്, അതാണ് ഒരു വൺ റീസൺ. പക്ഷെ എന്നാൽ കടലിൽ നീന്തുന്ന എക്സ്പെൻസീവ് ഇല്ലല്ലോ, കടലിന് ചുറ്റുമില്ലേ. എന്നിട്ട് എത്ര പേര് നീന്തുന്നുണ്ട്, എത്ര പേര് കയാക്ക് ചെയ്യുന്നുണ്ട്, സർഫ് ചെയ്യുന്നുണ്ട്. സർഫിങ്ങൊക്കെ ഇപ്പോൾ വളരെ ചീപ്പായി. ഇപ്പം ഇപ്പോൾ ഒരു ആറൊക്കെ എത്ര പൈസ കൊടുത്ത് റെൻറ്റ് ചെയ്തിട്ട് സർഫ് ചെയ്യാം. ലെസൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇൻസ്ട്രക്ടറിൻ്റെ പൈസ അതൊക്കെ വരും. പക്ഷെ വൺസ് യു നോ സർഫിങ്, ബോർഡ് റെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ്. അത്ര പേര് ചെയ്യുന്നുണ്ട്, ആരും ചെയ്യുന്നില്ല. ഇപ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ വേറെ കൺട്രീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നോർമൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അവരുടെ വീട്ടിലൊരു 4 സർഫ് ബോർഡ്, വെറുതെ കയാക്ക്, അതൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ കാണുന്നില്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കൗതുകമുള്ള ആൾക്കാരായതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതായതുകൊണ്ടും ഈ ഒരു പെർട്ടിക്കുലർ ദിവസം എത്തുമ്പോൾ നമ്മളിങ്ങനെ നമ്മളല്ല ഞാൻ ഇത് എന്തിനാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷെ എന്നാ നമ്മൾ ആഫ്റ്റർ ആ ഒരു ഡേയ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കരയുടെ ക്ലോസർ ആണ്. നമുക്കിനി അറിയാം, ഒരു 1 വീക്കിൽ നമ്മൾ ആ ഡെസ്റ്റിനേഷൻ എത്തും. അപ്പോൾ ഇതൊക്കെ താണ്ടിയിട്ട് അതവിടെ എത്താൻ പോകാന്നുള്ളൊരു നല്ലൊരു ഹാപ്പിനെസ് കിക്കിങ് ചെയ്ത് തുടങ്ങും. എണ്ണി തുറന്നു ഇനി 6 ദിവസം 5, 4 ആ ഒരു ഹാപ്പിനെസ്, അത് ഭയങ്കര ഓരോ ദിവസം എത്തും തോറും നമ്മളിങ്ങനെ എന്താ ഈ ഫീൽ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം നമ്മളിങ്ങനെ പോയിട്ട് ദൂരത്തൊന്നും ഇങ്ങനെ കാണില്ലേ ഡാൻസിന് കളിക്കാൻ പോയി. എന്താ വെച്ചാൽ ചില സാധനങ്ങളുണ്ട്, എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യില്ലല്ലോ. ഇത് പ്രാന്തത്തിനൊക്കെ പോലെ ഇരിക്കും. നമ്മളിങ്ങനെ സൺ ടാന മാത്രമല്ല, കടലിലെ വെള്ളം മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുളിക്കാൻ പറ്റില്ല. കണ്ടാൽ ശരിക്കും ഒരു എന്താ പറയുക, പ്രേതത്തിനൊക്കെ പോലെയുള്ള ലുക്കിലായിരുന്നു ഞങ്ങൾക്ക് മെജോറിറ്റി. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പറ്റിയ മുടുകാരി ഹലോ ഗായ്സ് ആ സാധനമല്ല. അപ്പോൾ റിയൽ ലൈഫിലുള്ള ഞാൻ എന്നെ അത്ര എക്സൈറ്റഡ്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ചെയ്യണം. ആ ഒരു എന്താണ് റിയൽ എന്ന് കാണിക്കാൻ ഹാപ്പി തോന്നുമ്പോൾ കടൽ ചാടുന്നു. നമ്മൾ ആ ഒരു സമയത്തിലേ നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നോർമൽ ആയതുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ നോർമൽ ആയതുകൊണ്ട് എടുക്കാൻ ഓർമ്മിക്കില്ല. അതെ, അങ്ങനെ ഫുള്ള് കരഞ്ഞിരിക്കുന്നില്ല, വിഷമം ഉണ്ടാവും ഞാൻ പറയാം. പിന്നെ രാത്രി സെയിൽ ചെയ്യുമ്പം നമുക്ക് അത്രയ്ക്ക് സമയമാണ് നമ്മുടെ കയ്യിൽ. നമുക്കിപ്പോൾ നാട്ടിൽ 24 മണിക്കൂർ പോണേ അറിയില്ല. പകുതി സമയത്ത് ഫോണിൽ ആൾക്കാർ സ്ക്രോൾ ചെയ്യാണ്, പിന്നെ അവരുടെ വർക്കിൽ ബിസിയാണ്. 24 മണിക്കൂറൊക്കെ ഉറങ്ങി എണീച്ചാൽ വീണ്ടും റിപ്പീറ്റ് അതല്ലേ. അതിൽ നമുക്ക് ഇഷ്ടംപോലെ സമയം തോന്നും. ഒരു ദിവസം 32 മണിക്കൂറുണ്ടെന്നൊക്കെ തോന്നും. നമ്മൾ ഒരു വർക്ക് ചെയ്യും, എന്തെങ്കിലുമൊക്കെ നാവിഗേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യും. എല്ലാവർക്കും ഓരോരോ കുക്കിംഗ് ഡ്യൂട്ടി ഉണ്ടാവും. ഫുഡാണ് മെയിൻ. കംപ്ലീറ്റ്ലി മോഷനിലുണ്ടാവുമ്പോൾ വിഷമോണ്ടിരിക്കും. അടുത്ത ഫുഡ് എന്താ തെളിച്ചിട്ടാണ് മുമ്പോട്ട് പോവുക.
അത് തിരിച്ചെത്തുമ്പോഴത്തേക്ക് നല്ല വലിയായിരിക്കില്ലേ? നല്ല വലിയൊന്നുമില്ല, എന്നാലും ഫുഡ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് അനുസരിച്ചിരിക്കും. അതെ. അല്ല, ലിമിറ്റഡ് ഫുഡാണ്. അതും എത്രയും ദിവസത്തേക്ക് നമ്മൾ 16 ദിവസമായിരുന്നു എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ കടൽ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറയുന്നതിൻ്റെ ഒരു വൺ ഓഫ് ദി എക്സാമ്പിൾസ് ആണ്. നമ്മൾ എത്തിയത് 19th ഡേ ആണ്. ആ ഒരു 4 days നമുക്ക് ഇടയിൽ നോ വിൻഡ് ഏരിയ ഉണ്ടായിരുന്നു, ഡോൾ ഡൗൺസ് എന്ന് പറയും. വിൻഡേ ഇല്ല. വിൻഡ് ഇല്ലാണ്ട് കടലൊരു മിറർ പോലെ, കായൽ പോലെ ഒരു അലക്കുണ്ടാവും. ഇതിൽ ലിറ്ററലി മിറർ പോലെ ആയിട്ട് ഭയങ്കര ചൂടടിച്ചിട്ട് നമ്മൾ മിററാകുമ്പോൾ നമ്മൾ റിഫ്ലക്ട് ചെയ്യില്ലേ, 4 days പുഴുങ്ങാനിട്ട പോലെയായിരുന്നു. അപ്പം അനക്കില്ല ബോട്ടാണ് താഴെ കറണ്ട് ഉള്ളതുകൊണ്ട് ബോട്ട് ഇങ്ങനെ മെല്ലെ ഡ്രിഫ്റ്റ് ആവും. അതല്ലാതെ മുമ്പോട്ടല്ല അത് പോകണം, നമ്മൾ പോകുന്ന ഡയറക്ഷനിലല്ല പോകണം. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ബിക്കോസ് വിൻഡ് ക്യാച്ച് ചെയ്യണമെങ്കിൽ സെയിൽസ് വെച്ച് പോകണമെങ്കിൽ വിൻഡ് വേണം. വിൻഡ് ക്യാച്ച് ചെയ്യുന്ന വിൻഡില്ല. അപ്പം വിൻഡില്ലാത്തതുകൊണ്ട് വേവ്സ് ഇല്ല. കടലിങ്ങനെ ഒരു മിറർ പോലെ. അപ്പോൾ ഒരു 4 days നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങുക, കുളിക്കുക, തിരിച്ചു തരാം. ഞാൻ അതാ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അങ്ങനെ ഒരു കടലുണ്ട്. പറയുക, കടൽ. അത് ഞാനത് എൻ്റെയും ഇമാജിനേഷൻസിലൊന്നും ഇല്ലാത്തൊരു കടലായിരുന്നു അത്. ഇങ്ങനെയൊക്കെ കടൽ, അത് ഈവനിങ്സ് ഒരുമാതിരി കായലിലൊക്കെ ഇരുന്ന് ചില്ല് ചെയ്യണ ഒരു മൂഡ് പോലത്തെ ഒരു കടല. പക്ഷെ നമുക്ക് ആസ് എ സെയിലേഴ്സ് അത് കടലിൽ നടക്ക് ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ബിക്കോസ് നമ്മുടെ പ്രൊവിഷനിങ് കട്ട് ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ വിചാരിച്ച ദിവസത്തിൽ എത്തുന്നില്ല. വിൻഡ് കുറച്ചുകൂടെ മുമ്പ് പോയാൽ വിൻഡ് പാറ്റേൺ മാറിയോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് താഴെയുള്ളത് കൊണ്ടും സൊമാലിയ ക്വസ്റ്റ്യൻ അടുത്തായതുകൊണ്ടും ഉള്ളത് കുറച്ച് ഫിയേഴ്സ്. എത്ര പെട്ടെന്ന് എത്തുന്നു അത്ര റിസ്ക് കുറവാണല്ലോ. സൊമാലിയ ക്വസ്റ്റിൻ്റെ അടുത്ത് പറയുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യണത് ഇന്ത്യയിൽ ലക്ഷദ്വീപ് വഴി നേരെ സൊമാലിയൻ്റെ യമൻ്റെ ഇടയ്ക്ക് കൂടിയാണ് നമ്മൾ ജിബൂട്ടിക്ക് പോവുക. ആ ഒരു വഴിയാണ് റെഡ് സീയിൽ കയറിയിട്ട് മെഡിറ്ററേനിയൻ. ഇപ്പോൾ യൂറോപ്പിൽ പോണ എല്ലാ യൂറോപ്യൻ സെയിലേഴ്സും ഈ റൂട്ടാണ് ചൂസ് ചെയ്യുക. അത് പേടിയുള്ള ആൾക്കാർ വേണം കറങ്ങി ഇങ്ങനെ താഴേക്കിട്ട് പോകുന്നില്ല. പൈറസി ഇവൻ തെഫ്റ്റിനെയും പൈറസി എന്ന് പറയും. അവരിപ്പോൾ പോർ കൺട്രി ആയതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് സാധാരണ സാധനങ്ങൾ മോഷ്ടിക്കുന്നതിനും പൈറസി എന്ന് പറയും. പക്ഷെ അറ്റാക്കിങ് വലിയ ഷിപ്സിലൊക്കെയാണ് കൂടുതൽ ചെയ്തത്. ഇതുവരെ ഈ യോട്ടിന് അറ്റാക്ക് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടാനില്ല. അവർ അത്രയും എഫേർട്ട് ഇടുന്നതിന്. ശരിക്കും മറ്റേ പൈലറ്റ്സ് കരീബിയന്മാർ അങ്ങനെ വലിയ കപ്പലല്ലേ? അല്ലേ, അത് ഒരു ചെറിയൊരു തോണിക്കായിരിക്കും, എനിക്കറിയില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. തോണിയല്ല എന്തായാലും. പക്ഷേ പാസ്പോർട്ടും മറ്റും ഗണ്ണൊക്കെ എടുത്തിട്ടായിരിക്കും വരിക, എനിക്കറിയില്ല. പക്ഷെ കുറേ നമ്മളിപ്പം കുറേ പൈറസി അറ്റാക്കിൽ വരുന്ന ഷിപ്സിൻ്റെ ബാക്കിലൊക്കെ ഫോളോ ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂട്യൂബിലൊക്കെ കാണും. ചെറിയൊരു മറ്റേ സ്പീഡ് ബോർഡ് എടുത്തിട്ട് ഗൺസൊക്കെ ആയിട്ട് വരും. അവർ ഷിപ്പിൽ കയറാൻ നോക്കുക. പക്ഷേ ഷിപ്പ് സെക്യൂർ ചെയ്തിട്ട് ഷിപ്പിൽ അംഗാർഡ്സൊക്കെ അപ്പം വരും. അവരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ബൂട്ട്സ് കണ്ടിട്ടുണ്ട് ഈ വീഡിയോസ്. അപ്പോൾ അങ്ങനെ ആ ഒരു റൂട്ടിൽ പോകുമ്പം ആ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ ടോപ്പിക് തന്നെയായിരുന്നു. സൊമാലിയ വഴി പോകുമ്പോൾ അതെ. അപ്പം ആ ഒരു റൂട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ഫിയർ ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തിയാൽ അത്രയും റിസ്ക് കുറവല്ലേ. ചുമ്മാ വന്നിട്ട് നമ്മുടെ വണ്ടിയിലുള്ള ലാപ്ടോപ്പും ഫോൺസും എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുക്കണ്ടല്ലോ, ആ ഒരു ഫിയറും. അപ്പോൾ തിരിച്ചും എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ വഴിയായിരുന്നു അവിടുന്ന് വന്നത് ജിബൂട്ടി നല്ല. ഇത് ആക്ച്വലി സർക്യൂംനാവിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ബോട്ടാണ്. നമ്മൾ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ആസ് എ ഇന്ത്യൻസ് നമുക്ക് ഓപ്പർച്യൂണിറ്റി സെയിൽ ബോട്ട്സ് കിട്ടുന്നത് ഭയങ്കര കുറവാണ് ആസ് എ ക്രൂ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ബോട്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ റെൻറ്റ് എടുത്തിട്ട് പോവാം. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഒരു ബോട്ട് ചാർട്ടറിംഗ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തന്നെ ഒരു ആഴ്ചയ്ക്ക് തന്നെ ഐ ഹാവ് ടു പേ ലൈക്ക് ലാക്സ്. അത്രയും പൈസ റിച്ച് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ് തന്നെ നമ്മൾ സേവ് ചെയ്തിട്ടാണ് ഓരോന്ന് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു പാഷൻ ഹോബിയാക്കി മാറ്റണമെങ്കിൽ വി ഹാവ് ടു ബി ഈദർ വെരി റിച്ച് അല്ലെങ്കിൽ മൈ ഡാഡ് ഹാസ് ടു ബി വെരി റിച്ച്. ഇത് രണ്ടും അല്ലാത്തത് കൊണ്ട് നമുക്ക് ക്രൂ ചെയ്യാൻ പറ്റും, ക്രൂയിങ് ഓപ്ഷൻ. നമ്മളിത് എടുത്തിട്ട് ഞാൻ വേറെ ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സർക്യൂംനാവിഗേറ്റ് ചെയ്യുന്ന കുറേ പാഷനേറ്റ് സെയിലേഴ്സ് ഉണ്ട്. ഇതൊന്നും പ്രൊഫഷണൽ അല്ല. ദർ ആർ 2 types of സർക്യൂംനാവിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ ട്രാവൽ ചെയ്തിട്ട് അല്ല, ഫുൾ ബോട്ട് സർക്യൂംനാവിഗേറ്റ് ബോട്ട് എടുത്തിട്ട് ലോകം കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ കറങ്ങും. അത് ട്രാവലിംഗ് അങ്ങനെ പാഷനോടെയാണോ അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക്? കുറേ ആൾക്കാർ റേസ് ചെയ്യാറുണ്ട്. അഭിലാഷ് ടോമി സാറൊക്കെ ചെയ്തതുപോലെ കംപ്ലീറ്റ്ലി ഗോൾഡൻ ഗ്ലോബ് റേസിങ്ങിന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലോ ട്രാവൽ ഇഷ്ടമുണ്ടായിട്ട് കുറേ പൈസ സേവ് അപ്പ് ചെയ്തിട്ട് വേൾഡ് ടൂർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതൊരു ഓരോ സ്ഥലത്ത് പോയിട്ട് ആൾക്കാരെ ക്രൂ ചെയ്തിട്ട് അവരിൽ നിന്ന് പൈസ എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് സെയിലേഴ്സ് ഉണ്ട് വേണ്ടി. അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ റെക്രിയേഷണൽ സെയിലിംഗ് ആണ് കൂടുതലും, പ്രൊഫഷണൽ അല്ല. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ യോട്ട്, ഈ സൂപ്പർ യോട്ട്സൊക്കെ കമ്പനീസൊക്കെ ചെയ്യണത് പോലെ ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോയി പൈസ ഉണ്ടാക്കണ ആ ഒരു. അതല്ലാതെ എൻ്റെ കൂടുതലും എൻ്റെ ഫണ്ടിന് വേണ്ടി ചെയ്യുന്ന യാത്രകളായിരുന്നു കൂടുതൽ. ഫണ്ടെന്ന് പറയാൻ പറ്റില്ല, എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കത് എന്താണെന്ന് അറിയാൻ കൂടുതൽ ബെറ്റർ സെയിലർ ആവാനുള്ള യാത്രകളായിരുന്നു കൂടുതൽ. അങ്ങനെ
ഇപ്പോൾ സർക്യൂട്ട് നാവിഗേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ നമുക്കപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ക്രൂ ചെയ്തിട്ട് പോകും. അപ്പോൾ എന്തായാലും ബോട്ടും ഉണ്ട്, അവർക്ക് ഓരോരോ ബോട്ട് ഓടിക്കാൻ ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. മിനിമം ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ബോട്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ അനുസരിച്ചിട്ട് അത് വേറെ ചെയ്യും. അപ്പം നമ്മൾ ഈ സർക്യൂട്ട് നാവിഗേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നൈറ്റ് വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ക്രൂ ചെയ്യാൻ, എന്താ പറയുക, നാവിഗേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ചിലപ്പോൾ 2-3 എക്സ്ട്രാ ക്രൂവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് നമുക്കിങ്ങനെ കുറേ വെബ്സൈറ്റും കുറേ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പോയിട്ട് നമ്മളിങ്ങനെ സീലേഴ്സാണ് നമ്മളെ ഫുള്ള് ബയോഡേറ്റയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമ്മൾ റിക്വസ്റ്റ് ആയിരിക്കും ലൈക്ക് വി ആർ റെഡി ടു ജോയിൻ. അപ്പോൾ കൂടുതൽ ഇവരൊക്കെ നോക്കുന്നത് ഇവരുടെ ലാംഗ്വേജ് സ്പീക്കിംഗ് ആൾക്കാരെ എടുക്കാനാണ്. സ്പാനിഷ് സ്പീക്കിംഗ് ആൾക്കാരെ കംഫർട്ടബിൾ അതായിരിക്കും, ജർമ്മൻസ് അവരായിരിക്കും. നമുക്ക് ഇന്ത്യൻസിന് എപ്പോഴും നമ്മൾ എപ്പോൾ അപ്ലൈ ചെയ്താലും എന്തെങ്കിലും റിജക്ഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ വിസ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് UK എവിടെയെങ്കിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ആയിരിക്കും. നമുക്കങ്ങനെ പെട്ടെന്ന് അവരുടെ 1 മാസം മുമ്പായിരിക്കും, നമുക്ക് അത്ര വേഗം വിസ കിട്ടില്ല. അപ്പം എന്ത് പറയുമ്പോൾ നമുക്ക് നമ്മൾ എത്ര കുറേ കാലം ട്രൈ ചെയ്യുമ്പോഴും ഫുൾ റിജക്ഷൻ കഴിയും. ഒന്നുകിൽ വിസ സെറ്റ് ആവില്ല, അല്ലെങ്കിൽ അവർക്ക് ലാംഗ്വേജ് സെറ്റ് ആവില്ല, അല്ലെങ്കിൽ അവർ വി ആർ ഓൺലി ലുക്കിംഗ് പീപ്പിൾ സ്റ്റേയിങ് അറ്റ് ദിസ് ഏരിയ, യു ഡോണ്ട് വോണ്ട് ടു പേ ഫോർ യുവർ ഫ്ലൈറ്റ്സ്. അങ്ങനെ അപ്പോൾ നമ്മൾ പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സമയം ശരിയാവില്ല. അങ്ങനെ എപ്പോഴും റിജക്ഷൻ. ഫൈനലി നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ് നമുക്ക് ജിബൂട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ജിബൂട്ടിലേക്ക് പോണ ബോട്ടിനെ കിട്ടിയത്. അവർ എവിടുത്തെ ആൾക്കാരായിരുന്നു? ജർമ്മൻസ്. പക്ഷെ ആ റൂട്ടിലേക്ക് അവർക്ക് ആ സമയത്ത് പെട്ടെന്ന് ക്രൂവിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ദേ വെയർ ഇൻ കൊച്ചി ഫോർ ഓൾമോസ്റ്റ് 1 month. ബോട്ട് റിപ്പയർസ്, ബോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് റിപ്പയർ ഉള്ള ഒരു ബേബിയാണ്. കണ്ടിന്യൂസ് ഇങ്ങനെ ബേബികൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ 1 മാസം അവർ മെയിൻറ്റെയിൻ ചെയ്ത് അതിന് ക്രൂവിന് തപ്പി നിൽക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോൾ വന്ന് ഞാൻ പറയാം നമ്മൾ കൊച്ചി ഈ ആപ്പിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും, ഇങ്ങനെ ആൾക്കാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര ചാനലൈസ്ഡ് അല്ല. എല്ലാവരും ഈ നമ്മളെ പോലെ തന്നെ വേൾഡ് ചുറ്റുന്ന സെയിലേഴ്സ് തന്നെ പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് പിക്ക് ചെയ്താലേ നമുക്ക് പിന്നെ അവർ മെസ്സേജൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ അപ്പം എനിക്ക് ഈ സാധനം എനിക്ക് കുറേ കാലമായിട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാർ ഗേസിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാലക്കാട് പിന്നെയും കുഴപ്പമില്ല. എൻ്റെ മലമ്പുഴ ബാക്ക് സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ അധികം ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഉണ്ട്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാർസൊക്കെ കാണാം, ചെറിയ ചെറിയ സാറ്റലൈറ്റ്സ് ഒക്കെ പോകുന്നത് ഇങ്ങനെ കാണാം. അതല്ലാതെ ഞാൻ വേറെ ഇപ്പോൾ എവിടേക്കെങ്കിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ എന്താ പറയുക, ഓരോ റിസോർട്ടൊക്കെ നോക്കിയെടുക്കുമ്പോൾ മാക്സിമം ഉള്ളിലേക്കുള്ള, പക്ഷെ അവിടെയാണെങ്കിലും ഇവർ ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റ് പൊല്യൂഷനായിട്ട് നമുക്ക് പ്രോപ്പർ സ്റ്റാർ ഗേസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഈ കടലിൽ ചെല്ലുമ്പോൾ, കാരണം ഇവിടെ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ കടലിൽ സ്റ്റാർ ഗേസിങ് എങ്ങനെയാണ്? സ്റ്റാർ ഗേസിങ് ആയിരിക്കും വൺ ഓഫ് ദ വെയിലൊക്കെ പറയും. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഈ ലൈഫ് ഓഫ് പൈലൊക്കെ ഞാൻ കണ്ട ബ്യൂട്ടിഫുൾ സ്കൈ ഫുള്ള് കടലിലാണ്. അതായത് സ്പെഷ്യലി നമ്മൾ ക്രോസ് കൺട്രി ഇതേപോലെ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ കരയൊക്കെ ചെറിയ കിലോമീറ്റർ അടുത്തൊന്നുമില്ല. സ്പെഷ്യലി ഇന്ത്യൻ ഓഷൻ ക്രോസ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ആ ഒരു ഇന്ത്യയുടെയും ആഫ്രിക്കേൻ്റെയും ഇടയിൽ ലിറ്ററലി ഒരു നത്ത് ലൈറ്റ് പൊല്യൂഷന് വേണ്ടിയിട്ട് ഫ്ലൈറ്റൊന്നും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല അതിനിടയ്ക്ക് കൂടി. അപ്പോൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ സ്പെഷ്യലി നൈറ്റ് നാവിഗേഷനിൽ നമ്മൾ ലൈറ്റ്സ് ഒന്നും ആണെങ്കിൽ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആകെ നാവിഗേഷൻ ലൈറ്റ്സ് ഉണ്ടാവും. അത് നമുക്ക് കാണില്ല, അടുത്ത ബോട്ട്സിന് മാത്രമേ അതായത് ഇങ്ങനെ ഒരു ബോട്ട് ആ സൈഡിൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. സോ അങ്ങനെ ദൂരെ നിന്നെങ്കിലും ബോട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ട് മാത്രമായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ അത്രയും പിച്ച് ഡാർക്ക് ആയിരിക്കും. അപ്പം ആ ഒരു 19 days ഞാൻ ഫുൾ മൂൺ തൊട്ടിട്ട് നോ മൂൺ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് എന്താ പറയുക, മൂണില്ലാത്തപ്പോഴാണ് സ്റ്റാർസ് അത്രയ്ക്കും എടുത്ത് നിൽക്കുക. ആക്ച്വലി മറ്റേ എന്താ പറയുക, അതിൻ്റെ ഡിസ്ട്രാക്ഷൻ പോലും ഇല്ലല്ലോ, മൂണിൻ്റെ ലൈറ്റ് ഡിസ്ട്രാക്ഷൻ പോലും. അത് ഞാൻ അപ്പോഴാണ് വെച്ചാൽ നമ്മളെ കുറേ സ്റ്റെല്ലാർ എന്നൊക്കെ പറഞ്ഞ കുറേ ആപ്സ് ഉണ്ട്, ഏത് കോൺസ്റ്റലേഷൻ ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ 2-3 എക്വയറിയസ് സ്റ്റെല്ലാർ ഇത് 2 സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2 ആപ്പ്. നമുക്ക് മറ്റേ വേട്ടക്കാരൻ മാത്രമല്ല ഇവിടെ കാണുള്ളൂ. വേട്ടക്കാരൻ ഇതാണ് ടോറസ് എന്ന് പറയുന്നത്. നമ്മുടെ വെട്ടക്കാരൻ ഹൺഡ്രഡിന്റെ പേരൊന്നും അറിയില്ല എനിക്ക്. ഹൺഡ്രഡ് പിന്നെ ബിഗ് ഡിപ്പ് അങ്ങനത്തെ 1-2 സാധനങ്ങൾ ഇത് കാണുമല്ലോ നമ്മുടെ ഇവൻ സി വി ദിസ് വൺ. നോ എനിക്ക് കാഴ്ചയിൽ ഉറങ്ങുമായിരുന്നു യാവില്ല. ആ ഒരു സാധനത്തിൻ്റെ പേരെന്താണ്? ഞാൻ ഈവൻ കോൺസ്റ്റലേഷൻസിൻ്റെ വേണ്ടിയിട്ട് കൂടുതൽ പഠിച്ചത് ആ ഒരു ഷിപ്പിൽ പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, ഞാനും ഒബ്സർവ് ചെയ്ത് തുടങ്ങിയതും അത് വെച്ചിട്ടാണ് ഓരോരോ ഇങ്ങനെ എന്ത് സ്ഥലത്ത് ഇത് വ്യത്യാസം അറിയാം എങ്ങനെ. ഇപ്പൊ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് അവര് മറ്റേ സ്റ്റാർസ് വെച്ചിട്ട് നാവിഗേറ്റ് ചെയ്യും. ശ്രീനാഥനും അവന് ആ ഷിപ്പിൻ്റെ ഇത് പഠിക്കുമ്പോൾ
ആ ഒരു നാവിഗേഷൻ പഠിക്കാനുണ്ട്. സ്റ്റാർസ് വെച്ചിട്ടൊക്കെ കോൺസ്റ്റലേഷൻസ് അല്ല, ഈ ഇത് വെച്ചിട്ടുള്ള ഇപ്പൊ അത് ഇതിനാണ് ഇപ്പൊ അഥവാ GPS വർക്കായില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻ കേസ് ഓഫ് എമർജൻസി യൂസ് ചെയ്യാനുള്ള സാധനം അത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് എ വാസ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ അത്രയും ഒരു റിസർച്ച് ചെയ്തില്ല. പക്ഷെ കാണാൻ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഓവർ ടൈമിൽ മറന്നു പോകും. ഇത്രയും കുറേ നമ്മൾ അന്ന് ആ ഒരു ഇതിൽ കുറേ സാധനങ്ങൾ ഒരുമിച്ച് ടു മച്ച് ഇൻഫർമേഷൻ. ഇത് എവിടെ നോക്കിയാലും സ്റ്റാർസ്. അപ്പോൾ ഞാൻ കുറേ ഇതൊക്കെ നോക്കി വെച്ചു, ഞാൻ മറന്നു ബ്രെയിനിലൊക്കെ. മഴ കിട്ടിയില്ലോ? കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അത്ര ഒരു സ്ട്രോങ് ഹെവി മഴ കിട്ടില്ല. എനിക്കൊന്നും തായ്ലൻഡ് സെയിലിങ്ങിലാണ് നല്ല മഴ കിട്ടിയത്. ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. ഇവിടെ 1 മാസം തായ്ലൻഡിലുണ്ടായിരുന്നു. അങ്ങനത്തെ മറ്റേ നമ്മൾ സിനിമയിൽ കാണുന്ന മാതിരി മറ്റേ ഹെവി മഴ, ഞാൻ മരിച്ചു, അങ്ങനത്തെ സാധനം കിട്ടിയില്ല? കിട്ടിയിട്ടുണ്ട്. അത് തായ്ലൻഡിൽ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ എന്നൊക്കെ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പഠിക്കാൻ പോയ സമയത്താ. ആ ദിവസം ഞാൻ വിചാരിച്ചേ എന്നെ കൊണ്ട് പറ്റില്ല ഏട്ടാ, രാജി പേപ്പർ ക്യാപ്റ്റന് നിങ്ങൾ എച്ചോളി എന്നുള്ള രീതിയിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോളിൽ പെടാം. സ്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗഷ് ഓഫ് എന്താ പറയുക, വിൻഡും റെയിൻ ക്ലൗഡ്സും മഴയൊക്കെ. നമ്മൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡേ നൈറ്റ് സെയിലിംഗ് ആണ്. നൈറ്റ് സെയിലിങ്ങിൻ്റെ ദിവസം പ്രാക്ടീസാണ്, പഠിക്കുന്ന പിള്ളേരാണ്. നൈറ്റ് സെയിലിംഗ് സമയത്ത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്തായാലും ഇത്രയും ദിവസം സെയിൽ ചെയ്തു, നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തു. നമ്മൾ 3 സ്റ്റുഡൻസ് ഉണ്ട്, 3 പേരും കൂടി മേലെ ഇരിക്കുന്നു, ഇങ്ങനെ വണ്ടന്മാരിൽ ലണ്ടൻ പോലെ ഇങ്ങനെ. ഓക്കെ, ഇതുവരെ എല്ലാം പഠിച്ചതെല്ലാം എല്ലാം അടിപൊളിയാണ്, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ക്യാപ്റ്റൻ ഉള്ളിൽ കയറി കിടന്നു പറയും, ഒന്നുമില്ല യു ആർ നൗ യുനോ ഫോർ റോ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. അപ്പോൾ തന്നെ നല്ല കാറ്റൊക്കെ അടിക്കുവാണെങ്കിൽ വിൻഡൊക്കെ പോയി നമ്മളിങ്ങനെ ഷീറ്റൊക്കെ അടുത്തടിക്കുന്നുണ്ട്. അതെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. വി ഏബിൾ ടു മാനേജ് ഇറ്റ്. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ റെയിൻ ക്ലൗഡ്സ് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. നമ്മൾ 360 വ്യൂ ആണ് കടലിൽ. എല്ലാ സൈഡും നോക്കിക്കഴിഞ്ഞാൽ മറ്റേ എല്ലാ ഇപ്പോൾ ദൂരെ മഴ വേണ്ടെങ്കിൽ ആ റെയിൻ ക്ലൗഡ്സും മഴയും എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മഴ അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു മഴ ക്ലൗഡ്സ് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ വരണേ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വരുവാണെങ്കിൽ നമ്മളിങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമ്മൾ ഹിറ്റ് ചെയ്യില്ലായിരിക്കും, നമ്മൾ തന്നെ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ, എത്തുമായിരിക്കും. അത് കറക്റ്റ് നമ്മൾ മറ്റേ എത്തിയത് ഓർമ്മയുള്ളൂ. എത്തുമ്പോൾ തന്നെ ഞാനാണ് ഹെൽമിലുള്ളത്. ഹെൽമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് സാധനം, ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഞാനതിങ്ങനെ നമുക്ക് കാണുമ്പോൾ നമുക്കിങ്ങനെ കാറൊക്കെ ഓടിക്കുന്ന പോലെ ഇങ്ങനെ ആക്കിയാൽ മതി. ഇത് കടൽ അതുപോലെ ഒന്നുമല്ല. ഇങ്ങനെ കുറച്ച് കൊടുത്താൽ ചിലപ്പോൾ ഫുള്ളായിട്ട് തിരിഞ്ഞിട്ട് നമ്മുടെ ബോട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കും. ബോട്ട് റൗണ്ട് അടിച്ചാൽ സെയിൽസ് മൊത്തം ചിലപ്പോൾ സെയിൽസ് കയറി പോകാം, ഫുൾ ഫ്ലാപ്പ് ചെയ്യും. അപ്പോൾ നമ്മളത് തിരിച്ച് ആ ഒരു ഡയറക്ഷനിലേക്ക് എത്താൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ, കുറച്ച് കൊടുത്തിട്ടൊക്കെ. എനിക്ക് പറ്റണ്ടേ. അപ്പോൾ ഇത് മറ്റേ സ്റ്റിയറിംഗ് അല്ലേ, എന്താ പറയുക, ഹെൽപ്പ്. ആയിരുന്നു. അപ്പോൾ അത് കൈമാറാൻ പറ്റില്ല? കൈമാറാം, പക്ഷേ അവർക്ക് അതിനെക്കാട്ടും വലിയ ഡ്യൂട്ടി ഉണ്ട്. അവർ റോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് കറൻറ്റ്ലി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് പോയി കെട്ടണം, ടൈറ്റ് ചെയ്യണം, തിരിച്ച് പൊസിഷനിൽ കൊണ്ടുവരണം, അങ്ങനത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കണം. ഓൾസോ ഞാനും അത് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കേണ്ട ഒരാളാണല്ലോ. അപ്പം അത് കൈമാറേണ്ട ഒരു ആവശ്യം വരുന്നില്ല അവിടെ. ഇപ്പം എൻ്റെ ഡ്യൂട്ടി അതാണെങ്കിൽ ഐ ഹാവ് ടു കണ്ടിന്യൂ ഡു ഇറ്റ്. ബീറൊക്കെ അടിച്ച താഴെ ഓഫാണ്. അപ്പോൾ നമ്മളിത് 3 പേര് നിന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുക. ആ ഒരു രാത്രിയാണ് ഞാൻ മറ്റേ ഇതിപ്പം എത്ര ചെയ്തിട്ട് അത് രാത്രി നൈറ്റ് സെയിലിങ്ങിലാണ്. എത്ര ചെയ്തിട്ടും തിരിച്ച് റൗണ്ട് ചെയ്യുക, തിരിച്ച് അവിടെ തന്നെ വരിക. നമ്മളത് വീണ്ടും ഇങ്ങനെ ഞാൻ തിരിച്ച് പൊസിഷനിൽ കൊണ്ടുവരും, കുറച്ച് കൊടുക്കും, വീണ്ടും റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് ഫ്രസ്ട്രേഷനൊക്കെ ഫുള്ള് മഴയും കാറ്റും അതാണ് നല്ല നിൽക്കുകയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് എൻ്റെ കൺട്രോളിൽ നിൽക്കാണ്ടിരിക്കുന്നത് ഇങ്ങനെ ഭയങ്കര റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കണമെന്ന് ഈ പിടുത്തമുള്ളതാണ്, കഴിവിട്ടാൽ എനിക്ക് തോന്നിയ വെള്ളത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു നൈറ്റാണ് ഞാൻ എൻ്റെ ഡിസിഷൻ റീതിങ്ക് ചെയ്തത്. ഇതിൻ്റെ പ്രാന്ത് എനിക്ക് എന്തിനാണ് ഇതൊക്കെ ചെയ്യണേ. ആ സാധനം അടിച്ച് ആ സാധനം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാമാവല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുഴപ്പമില്ല, എങ്ങനെയും എത്തിയാൽ മതി എന്നുള്ളൊരു മൂഡിലായി. പിന്നെ നമ്മൾ തിരിച്ച് കരയിൽ എത്താൻ പോണു. രാത്രി ഭയങ്കര ലേറ്റായി. എത്തിയത് എനിക്കൊരു മറ്റേ കര കണ്ടപ്പോൾ സന്തോഷമായി. പക്ഷേ ഇത് കടൽ കോളിംഗ് എന്ന് പറഞ്ഞ സാധനം എനിക്കത് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ ഇത് വീണ്ടും നെക്സ്റ്റ് എപ്പോഴാണ് ചെയ്യാൻ പോവാന്നുള്ളൊരു സാധനം തലയിൽ. ഞാൻ ശ്രീനടുത്ത് പറഞ്ഞു, മേലെ അന്നി പരിപാടി കിട്ടില്ല, നിർത്താൻ പോയി പരിപാടി. ആളെത്ര നീക്കാന്നൊക്കെയുള്ള രീതി ആ സാധനം. അപ്പോൾ അവന് മനസ്സിലായി, ആ ഇതെന്നെക്കാളും ഭ്രാന്തിയാണ്, അപ്പോൾ കുഴപ്പമില്ല. എനിക്ക് ഇപ്പോൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കടലിൽ പോകണം എന്ന് നമുക്ക് തോന്നില്ല. ഓരോ കഥ കേൾക്കുമ്പോൾ ഓരോരുത്തർ ഓരോ കഥ പറയുമ്പോൾ അത് ചെയ്യണം അല്ലെങ്കിൽ. അപ്പോൾ എനിക്ക് ഈ കഥകൾ കേട്ടിട്ട് എനിക്ക് എൻ്റെ പേഴ്സണലി ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മഴ,
സൺസെറ്റ്, സ്റ്റാർസ്. സ്റ്റാർ ഗേസിങ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കത് കടലിൽ ഇപ്പോൾ ഈ പറഞ്ഞു കേട്ടപ്പോൾ അതെനിക്ക് കടലിൽ എങ്ങനെ ഉണ്ടാവും, ഇപ്പോൾ മഴയാണെങ്കിലും സ്റ്റാർ ഗേസിങ് ആണെങ്കിലും സൺസെറ്റ്, സൺറൈസ്, ഈ സാധനമൊക്കെ കടലിൽ എങ്ങനെ ഉണ്ടാവും എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷേ പിന്നെ അതേപോലെ തന്നെ മറ്റേ ഫീലില്ല, നമ്മൾ കുറേ കാലത്തിന് ശേഷം കര കാണുന്നു എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അതിൻ്റെ ആ ഹാർഡ്ഷിപ്പ് കൂടെ പോകാനൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള അങ്ങനത്തെ എന്താ പറയുക താല്പര്യമുണ്ട്. പക്ഷേ അത് ഇപ്പം ഞാൻ സെയിലിങ്ങിന് പോവാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിലും അത് ഈ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. ദാറ്റ് വുഡ് ബി മൈ ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ അതേപോലത്തെ എന്താണ് അമ്മസാറിൻ്റെ ഉള്ളിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നല്ല, ഇപ്പോൾ സെയിലിങ്ങിൻ്റെ ചിലപ്പോൾ മൊത്തമായിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു സാധനം ഉണ്ടോ? ഒന്നെനിക്ക് ഒരു എന്താ പറയുക, അത് നമ്മൾ ഈ ആൾക്കാർ എന്തിനു എവറസ്റ്റ് കയറണമെന്ന് ചോദിച്ചാൽ ചുമ്മാ കയറിയിട്ട് എന്താ തിരിച്ചു വരുന്നൊരു ഉറപ്പില്ലാണ്ട് ഭ്രാന്തന്മാരെ പോലെ ചെയ്യണില്ലേ, അതേപോലെ അത്രയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് അഡ്രിനാലിൻ കിട്ടാനുണ്ട്. അതായത് ചെയ്യുമ്പോൾ ഒരു എന്തോ അച്ചീവ് ചെയ്യണ ഒരു സന്തോഷമൊക്കെ കിട്ടാനുണ്ട്. മേ ബി അതായിരിക്കും ഒന്ന്. അതിന് പിന്നെ കടൽ എന്ന് പറയുന്ന സാധനം അതിൽ സൺസെറ്റ് സൺറൈസസ് ഒക്കെ എല്ലാം ചോദിക്കും ഇതെന്താ എല്ലാ ദിവസവും സൺസെറ്റും സൺറൈസും ഇത് എന്തെങ്കിലും വ്യത്യാസം ബോറടിക്കില്ലേ. പക്ഷെ എനിക്ക് എല്ലാ ദിവസത്തെയും സൺറൈസസും സൺസെറ്റ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്കതിൽ ആ ഒരു ദിവസം ഡേ സ്റ്റാർട്ട് ചെയ്യും സെൻഡ് ചെയ്യുമ്പോഴും ആ ഒരു സാധനം ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിട്ട് സാധനം. പിന്നെ ഞാൻ പറഞ്ഞ ഒരു മെയിൻ സാധനം എനിക്ക് കൂടുതൽ കടലിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് തിരിച്ചെൻ്റെ കാര്യമായിട്ട് കുറേ കൂടി റീകണക്റ്റ് ആവാനായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ റിലേഷൻഷിപ്സിൻ്റെ വാല്യൂ മനസ്സിലാക്കുക, എനിക്ക് എൻ്റെ കണക്ഷൻസ് എല്ലാം ലൈക്ക് ആ ഒരു അച്ഛനും അമ്മയോടും എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം കൂടുതൽ. അതായത് നമ്മളത് പോയി വരുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം അവരെപ്പോഴും അവരെ കിട്ടുമ്പോൾ എനിക്ക് ഞാൻ അവർക്ക് അത്രയും ഒരു ടൈമും ഇതും കൊടുക്കണ്ടാവില്ല. പക്ഷെ എന്നാൽ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഓക്കെ എനിക്ക് പോകാനില്ലാണ് കുറച്ചും കൂടി അവർക്ക് ടൈം കൊടുക്കുക, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് കുറച്ചും ടൈം കൊടുക്കുക എന്നുള്ള സാധനം സെയിലിംഗ് ത്രൂ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തതും പേടീനെ കുറിച്ചുള്ളൊരു സ്ഥലം, ഇങ്ങനത്തെ സ്ഥലങ്ങളെ കുറച്ചത്. അപ്പോൾ നമ്മൾ ഈ കടലിൽ ഇത്രയും ദിവസം ഇരിക്കുമ്പോൾ പേടിപ്പിക്കുന്ന ടൈപ്പ് ക്രീച്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും മീൻസ് ഫിഷ് കാര്യങ്ങൾ നമ്മൾ ഡോൾഫിൻസ് വെയിൽസ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവും, അതല്ലാതെ പേടിപ്പിക്കുന്ന ടൈപ്പ് എന്തെങ്കിലും? പേടിപ്പിക്കുന്നത് ഒരെണ്ണം എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. ജിബൂട്ടി സെയിലിങ്ങിൽ രാത്രി നൈറ്റ് സെയിലിംഗ് ഇരിക്കുമല്ലോ, പിച്ച് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ നൈറ്റ് സെയിലിങ്ങിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എനിക്ക് 2 to 3 രാത്രി 2-3 മണി ആയപ്പോൾ നമ്മൾ ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും. എല്ലാ സൗണ്ടും നമ്മൾ ഒബ്സർവ് ചെയ്യും. ഞാൻ മാത്രമല്ല ബാക്കി എൻ്റെ ബോട്ട് ഉറങ്ങാണ്. നമ്മളിങ്ങനെ നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ സൗണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ കേട്ടും ഉറപ്പാണ് അത് ഭയങ്കര ഹൈ ആയിരുന്നു. ഇപ്പോൾ തന്നെ ഞാൻ സൊമാലിയ യമൻ്റെ ഇടയിൽ കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യമൻ കോസ്റ്റിൽ ഹൗത്തി അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റോഡ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മളത് അറ്റാക്ക് ചെയ്യില്ല, എന്നാലും ചിലപ്പോൾ ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഫുൾ ടെൻഷനൊക്കെ ഞാൻ ഓടിപ്പോയി ശ്രീഭവനെ വെച്ചു. ശ്രീനെ വെച്ചിട്ട് ഞാനിങ്ങനെ എന്തോ സൗണ്ട് കിട്ടുന്ന ഉറപ്പാണ് ഈ നമ്മളെ സ്റ്റാബോ സൈഡിൽ നിന്ന് കേട്ടെ. പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നതാണോ എന്ന് ചോദിച്ചു. നമ്മൾ നല്ല ഉറപ്പായിട്ട് കേട്ടതാ എന്താണ്. നമ്മളിങ്ങനെ കുറച്ചും ഇരുന്നോ 10 മിനിറ്റ്സോളം ഇരുന്നു ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി എന്താന്ന്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതേ ശബ്ദം എന്നുള്ള സാധനം. നമ്മൾ സെക്കൻഡ് ടൈം കേട്ടപ്പോൾ മനസ്സിലായത് വെയില് ക്രോസ് ഉണ്ടായിരുന്നു. ഇത് എന്താ സൗണ്ട് അറിയാത്തവൻ എന്നെ കൂടെ വാച്ച് ചെയ്തിരുന്നു കുറച്ച് പേര്. സെക്കൻഡ് ടൈം വന്നപ്പോഴാണ് മനസ്സിലായത് വെയിലിൻ്റെ സൗണ്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തേക്ക് ആദ്യം കേട്ടപ്പോൾ കുറച്ച് ഫാറായിരുന്നു, കുറേ കൂടി ക്ലോസർ വന്നു. ഫുള്ള് വച്ച് ആ ഒരു ഫിയർ പ്ലസ് ഗൂസ് ബംസ് ആണ് ആ സാധനം. കണ്ടിട്ടൊന്നുമില്ല, അന്ന് രാത്രി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു സൗണ്ട് കുറച്ചുകൂടി ക്ലോസർ ആകുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇങ്ങനെ വെള്ളം ചീറ്റുന്ന ഒരു ശബ്ദമാണെന്ന് മനസ്സിലായി. അത് ആദ്യം ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് വെയിലാണെന്ന് മനസ്സിലായിട്ടുമില്ല. അത് ഭയങ്കര ഒരു ഫിയർ ഫാക്ടറി ആ വെയിലിന്. അപ്പോൾ അത്ര ഹ്യൂജ് ക്രീച്ചേഴ്സൊക്കെ വരുമ്പോഴുള്ളൊരു ഫിയർ. പിന്നെ എന്താ പറയുക, ഈ സ്വിം ചെയ്യുമ്പം കയറി പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും താഴെ നിന്ന് വലിക്കുമോ എന്നൊക്കെയുള്ള സാധനം പോലെ ഇത്ര ഡെപ്ത് താഴെ ഉണ്ടാവും സ്വിം ചെയ്യുമ്പോൾ. ഈ ഷാർക്ക് അറ്റാക്കോ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ സിനിമ കാണിച്ച് ഈ ക്രീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഫിയർ നമ്മളെ മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുക. അൺലെസ് നമ്മൾ അവർക്ക് ത്രെട്ടാന്ന് തോന്നാതെ നമ്മൾ ആരും അറ്റാക്ക് ചെയ്യണില്ല. അപ്പം ഈ ഷാർക്ക് അറ്റാക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങാനും എന്തെങ്കിലുമൊക്കെ വന്നാലോ എന്നുള്ളൊരു ഫിയർ ആ സാധനങ്ങളൊക്കെ അതൊക്കെയാണ് കൂടുതലും കടലിൽ എനിക്ക് തോന്നുന്നത്. എനിക്കത് സെയിം ഫിയർ ഉണ്ടായിരുന്ന സാധനങ്ങൾ. പിന്നെ എനിക്ക് കടലിൽ ഫിയറുള്ള സാധനം എന്ന് പറയുന്നത് ജെല്ലി ഫിഷ്. അത് നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നില്ല ഈ പോയിസണസ് ആണ്. അത് എഫക്റ്റ് ഒന്നുമല്ല, എന്നെ സർഫ് ചെയ്യുമ്പോൾ 2-3 തവണ ജെല്ലി ഫിഷ് സ്റ്റിങ് ചെയ്തിട്ടുണ്ട്.
എനിക്ക് ഓൾമോസ്റ്റ് 1 year അതിൻ്റെ റിയാക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലാണ് സ്റ്റിങ് ചെയ്തത്. അപ്പം എനിക്ക് ഈ ഒരു ഏരിയ ഫുള്ള് ഡോട്ട് സാർ അത് വന്നിട്ട് ഭയങ്കര ഇറിറ്റേഷൻ. വേദന ഉണ്ടാവും. ഇത്തിയോട് ഭയങ്കര വേദന. അത് സ്റ്റിങ് ചെയ്ത പാട് ഭയങ്കര അവിടുന്ന് പൊള്ളുന്ന വേദനയോ എന്താണെന്ന് അറിയില്ല. അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് പോയി. പിന്നെ ഓരോ ഫുഡ് കഴിക്കുമ്പോൾ ഓരോ പെർട്ടിക്കുലർ എന്തോ സാധനം ഇതിന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു 1 year ഒരു ഇച്ചിങ് ചെയ്യുന്നുണ്ട്. ആ സെയിം സ്പോട്ടിൽ അത് ഇങ്ങനെ ഡൗട്ട് ഈ ഒരു പാട്ടിൽ അത് കഴിച്ചു അത് പിന്നെ വരും. പിന്നെ 1 year കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അത് പോയി. അതൊരു ഇറിറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ജലീൽ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ സർഫ് ബോട്ടിലൊക്കെ ആണെങ്കിൽ കണ്ട പേടിച്ചിട്ട് വേണമെങ്കിൽ താഴെ വീണ് വെള്ളത്തിലേക്ക് കരണ്ട് പറഞ്ഞിട്ട് ചുമ്മാ കടികൊണ്ടിട്ട് സൈക്കോ തന്നെ. അങ്ങനെ അപ്പം ഇതിൽ ഇനിയിപ്പോൾ അവസാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കുള്ള പോലെ തന്നെ എനിക്ക് ചിലപ്പോൾ കേട്ടിട്ടൊരു ആഗ്രഹമുള്ള പോലെ തന്നെ ബാക്കിയുള്ളവർക്ക് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആഗ്രഹമുണ്ട് ഒന്ന് സെയിലിംഗ് പോയി നോക്കിയല്ലോ. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇത് സെയിലിംഗ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുതായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ടും വലുതായിട്ടും ചെയ്യാം. ചെറുതായിട്ട് ജസ്റ്റ് ബേസിക്സ് ഒക്കെ പഠിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറേ ഇന്ത്യയിൽ കുഞ്ഞു സെയിലിംഗ് സ്കൂൾസ് ഉണ്ട്. സെയിലിംഗ് സ്കൂൾസിൽ വന്നിട്ട് അവർക്ക് ബേസിക്സ് ഓഫ് സെയിലിംഗ് പഠിക്കാം. ഈ എങ്ങനെയാണ് റോപ്പ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് സെയിൽസ് എങ്ങനെ വർക്ക് ചെയ്യുക, വിൻഡ് ഡയറക്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് പോവുക, അതൊക്കെ നമ്മൾ ഇന്ത്യയിൽ കുഞ്ഞു സ്കൂൾസ് ഉണ്ട്. അത് വെച്ചിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതല്ലാതെ ഇപ്പം പുറത്തെ കൺട്രിയിലൊക്കെ പോയി സെയിൽ ചെയ്യണമെങ്കിൽ ഓട്ടിൻ മീറ്റ്സി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രാവൽ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ അതിൽ സെയിലിംഗ് ട്രിപ്സ് അറേഞ്ച് ചെയ്യാറുണ്ട്. സെയിലിംഗ് അത് ഫുൾ മറ്റേ റോ ട്രാവലാണ്. ഹൈക്കിങ്, സെയിലിംഗ് അതൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം അതിലിപ്പോൾ നമ്മൾ ഓരോരോ കൺട്രിയിൽ ബോട്ട് ചാർട്ടർ ചെയ്യും. ഇതായിട്ട് ആൾക്കാർക്ക് അതിൽ വരാം. അപ്പം നമ്മൾ തന്നെ എന്താ പറയുക ഒരു ഐലൻഡ് ബിക്കോസ് എല്ലാവരും ഫ്രഷേഴ്സാണ്. നമുക്ക് ലോങ് സെയിലിംഗ് അല്ലെങ്കിൽ ക്രോസ് സെയിലിംഗ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ട്രിപ്പ് അറേഞ്ച് ലൈക്ക് നമ്മുടെ കൂടെ വരാം. പ്രോപ്പർ ലിവർ ബോട്ട് പ്രോഗ്രാം. അപ്പം ഞാൻ ലോങ് സെയിലിംഗ് ചെയ്യണതിൻ്റെ ചെറിയൊരു മിനി വേർഷൻ ഓഫ് എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മളെല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യും. നമ്മളെ ബോട്ടിൽ തന്നെ സർഫ് എന്താ പറയുക സ്റ്റാൻഡപ്പ് പാഡിൽ ഉണ്ടാവും, കയാക്ക് ഉണ്ടാവും. അതൊക്കെ എടുത്ത് ഐലൻഡിലേക്ക് കറങ്ങുക, തിരിച്ച് വരിക, കുക്ക് ചെയ്യുക, അതിൽ തന്നെ കിടക്കുക. ഒരു 4 days 5 days എക്സ്പീരിയൻസ് പൊതുവെ എടുക്കാം. അല്ലാതെ ലൈസൻസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ സ്കൂൾസ് ഉണ്ട്. ഈ IYT RYAAC എന്നൊക്കെ പറഞ്ഞ ലൈസൻസസ് ഉണ്ട്. ഓരോരോ ഒന്ന് എന്താ പറയുക കാനഡ അഫിലിയേറ്റഡ് ആണ്, US ബേസ്ഡ് ആണ്, UK കൊടുക്കുന്നതാണ്, അങ്ങനെ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഓരോരോ സ്കൂൾസ് ഉണ്ടോ അതിൽ പോയിട്ട് എടുത്തിട്ട് പ്രോപ്പർ സെയിലിംഗ് കരിയറിലോട്ട് തന്നെ വരാം. ചെയ്യുന്നുണ്ടോ? ചെയ്യണം, പ്ലാൻ ചെയ്യാം. അങ്ങനെ ആഗ്രഹമുണ്ട്. സമയം സാഹചര്യം എല്ലാം കൂടി സെറ്റ് ആക്കുന്നതിൽ എന്തായാലും എനിക്ക് സെയിലിംഗ് തന്നെ. ഞാൻ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സൈക്കോയിൽ നടക്കണം ചെയ്യണമെന്നുള്ളത്. പക്ഷെ അത് എന്തായാലും സമയം എടുക്കും. പക്ഷെ ബാക്കിയുള്ള വള്ളികളൊക്കെ തീർക്കണമല്ലോ. കുറേ വള്ളികൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വള്ളികളൊക്കെ പിടിച്ചിട്ട് ഈ വള്ളി പിടിക്കാം. എന്നെ പറ്റി എന്ത് 2 വാക്ക് പറയുള്ളൂ. ഞാൻ കയാറ് എന്തൊക്കെയോ ചെയ്ത് ജീവിക്കുന്നത്. അതന്നെ ഹൈപ്പർ ഫണ്ട് KR ഒഫീഷ്യൽ. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് കഥകൾ പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. വന്ന് വയർത്തിരുന്നെങ്കിൽ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് അങ്ങനെ കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തിനും വെറുതെ കൂടെയുള്ളവരെ മാത്രം വെറുപ്പിക്കുന്നു, നാട്ടുകാരെ മൊത്തം വെറുപ്പിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ 2 അക്കൗണ്ട് പോരാനുണ്ട്, യൂട്യൂബിൽ വന്ന് കണക്കാൻ വേണ്ടിയിട്ട് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിനാണ് ഹൈപ്പർ FUNDA. അത് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഫണ്ടാ അങ്ങനെ ഫണ്ണാണ്. പിന്നെ KR ഒഫീഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക പേഴ്സണൽ എൻ്റെ വർക്ക്സും കാര്യങ്ങളും. I'm an aspiring film director, writer, song writer, a rapper, എന്തെങ്കിലും എഡിറ്റർ. എഡിറ്ററാണ്, അവാർഡ് വിന്നിങ് എഡിറ്റർ എന്നൊക്കെ. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ KR ഹൈപ്പർ ഫണ്ട്. ഈ ഒരു ചാനൽ പിന്നെയും ഇതേമാതിരി എനിക്കും സംസാരിക്കും, ബാക്കിയുള്ളവർക്കും സംസാരിക്കാം, എല്ലാവർക്കും അങ്ങോട്ട് സംസാരിക്കാം. അതിന് തന്നെ ഇതും പോരെങ്കിൽ ഞാൻ ഇനി വേറെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഷോസ് ഒക്കെ നടത്തല്ലേ, വെറുതെ ആൾക്കാരെ വിളിച്ചു ഷുഗർലെസ് ഉണ്ട്. ശരി നല്ല അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് ഇങ്ങനെയല്ലേ നിർത്തുക. അങ്ങനെ ആയിരിക്കും. അതെ, see you next time. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്
സബക്കറ വീടൊന്നും കാണില്ല. അതൊക്കെ സബക്കറ ഓവറാക്കില്ലേ വെള്ളയ്ക്കാൻ അങ്ങനെ വെല്ലടിച്ച് പിടിച്ചു ശരി മതി പൊക്കോ ബൈ ഏരെ കണ്ടുവരുന്നത് എന്റെ ആക്ഷൻ സിങ്കാക്കാൻ വേണ്ടിയിട്ട് Start അങ്ങനെ ചെയ്യാം. ഇരിക്കുമ്പോൾ സീനുണ്ടോ? ഇരിക്കുമ്പോൾ സീനുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോൾ- ഞാനൊരു കാര്യം നീ പറയട്ടെ? കട്ട് ചെയ്യൊന്നും വേണ്ട. അതായത് കുറച്ചും കൂടി നിന്റെ ചെയറിന്റെ അറ്റം ഫ്രെയിമിന്റെ അറ്റത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് വൈറ്റ് സ്പേസ് അടിച്ചിക്കോളാം ഞാൻ. അല്ലെങ്കിൽ അതായത് കുറച്ച് മടിയിലിരിക്കുന്ന അല്ല അതല്ല എല്ലാവർക്കും ഈ സൈഡിൽ ഏ? അല്ല ഈ സൈഡിൽ ഒരു വൈറ്റ് ബോക്സ് ആണ്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കുറച്ചും കൂടി ആ ശരിയാ. സൗണ്ട് വന്നാൽ ശരിയായി. നീ ഒന്ന് ചാരി ചാരി. ആ ഇപ്പൊ കറക്റ്റ് 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 ഓക്കെ. ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലേ? ആ റെഡി 1 2 3 ഗോ.